الحمد لله رب العالمين. الحمد لله الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واصبر على ما يقولون واهجرهم هجرا جميلا وذرني والمكذبين أولي النعمة ومهلهم قليلا إن لدينا أنكالا وجحيما وطعاما ذا غصة وعذابا أليما يوم ترجف الأرض والجبال وكانت الجبال كثيبا مهيلا إنا أرسلنا إليكم رسولا شاهدا عليكم كما أرسلنا إلى فرعون رسولا فعصى فرعون الرسول فأخذناه أخذا وبيلا فكيف تتقون إن كفرتم يوما يجعل الولدان شيبا السماء منفطر به كان وعده مفعولا إن هذه تذكرة فمن شاء اتخذ إلى ربه سبيلا. صدق الله العلي العظيم. ബഹുമാനപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിന്റെ ഈ മജ്ലിസിൽ നമ്മൾ ഈ ഒരുമിച്ച് കൂടിയത് അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെടുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകളെ നമുക്ക് മാപ്പാക്കുമാറാവട്ടെ. നമ്മിലും നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഭാര്യമാര്, സന്താനങ്ങൾ, നമ്മോട് ബന്ധപ്പെട്ടവർ എല്ലാവരിലുമുള്ള എല്ലാ ചെറുതും വലുതുമായ രോഗങ്ങൾക്ക് അല്ലാഹു പരിപൂർണ ശമനം നൽകുമാറാവട്ടെ. ആത്മാഭിമാനത്തോടുകൂടെ ജീവിച്ച് പരിപൂർണ ഹിദായത്തിലായി ഈമാനിലായി മരിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകുമാറാവട്ടെ. ആമീൻ. അൽ മുസമ്മിൽ സൂറത്താണ് നമ്മൾ വിശദീകരിച്ചു വരുന്നത്. 9 ആയത്തുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു. 10 മുതൽ 19 കൂടിയ ആയത്തുകളാണ് നമ്മൾ ഓതി വച്ചത്. ഇൻഷാ അല്ലാഹ് പരമാവധി സമയം നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇന്ന് നമ്മൾ ഓതി വച്ച സൂറത്തുൽ മുസമ്മിലിലെ 10ാമത് വചനം 10, 11 വളരെ പ്രധാനപ്പെട്ട 2 ആയത്തുകൾ അല്ലാഹു അവതരിപ്പിച്ചത് ആദ്യകാലത്ത് അല്ലാഹുവിന്റെ തിരുദൂതർ പ്രബോധന രംഗത്ത് സജീവമായപ്പോൾ ശത്രുക്കളുടെ കൂട്ടത്തിലുള്ള പ്രമാണിമാര് അല്ലാഹുവിന്റെ തിരുദൂതർക്കെതിരെ എല്ലാവിധ കളികളും കളിച്ച് വളരെയധികം അല്ലാഹുവിന്റെ തിരുദൂതരെ പരിഹസിച്ച സന്ദർഭമാണ് അല്ലാഹു തആല ഈ ആയത്തിറക്കിയത്. എന്തൊക്കെ പരിഹാസവാക്കുകളും എന്തൊക്കെ പ്രകോപനങ്ങൾ അവർ സൃഷ്ടിച്ചാലും നബിയെ അങ്ങ് ക്ഷമിക്കണമെന്ന് അല്ലാഹു പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. ഇവിടെ ഈ സൂറത്തിൽ അല്ലാഹു തആല ക്ഷമിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്തു. ഭംഗിയായിട്ട് അവരെ വെടിയാൻ അല്ലാഹു തആല ആഹ്വാനം ചെയ്തു. ഖാഫ് സൂറത്തിൽ സമാധാനത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ നബിയോട് അള്ളാഹു കൽപ്പിച്ചു. അത് നമുക്കെല്ലാവർക്കും ബാധകമാണ്. രണ്ടും നമുക്ക് വിശദീകരിക്കാം.
അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്ബിർ അലാ മാ യഖൂലൂന വഹ്ജുർഹും ഹജ്റൻ ജമീലാ. അവർ പറയുന്നതിനെ തൊട്ട് നബിയെ താങ്കൾ ക്ഷമിച്ചുകൊള്ളുക. വസ്ബിർ അലാ മാ യഖൂലൂൻ. ആ ശത്രുക്കള്, ആ അവിശ്വാസികള് അങ്ങയെ സംബന്ധിച്ച് പറയുന്നത്, കളിയാക്കുന്നത്, പരിഹസിക്കുന്നത്, ആ പറയുന്ന കാര്യത്തിൽ അങ്ങ് ക്ഷമിക്കണം. വഹ്ജുറുഹും ഹജ്റൻ ജമീല. ഭംഗിയായ രൂപത്തിൽ നബിയെ താങ്കൾ അവരെ വെടിഞ്ഞോളൂ. വിഡ്ഢികളാണവർ. അതുകൊണ്ട് അത് മൈൻഡ് ചെയ്യണ്ട, അതിന്റെ പിന്നാലെ കൂടണ്ട, അങ്ങ് ക്ഷമിച്ചോളൂ, ഭംഗിയായി അവരെ വെടിഞ്ഞോളൂ. വദർനി വൽമുകദ്ദിബീന ഉലിൻ നഅമതി വമഖിൽഹും ഖലീല. എന്റെ കാര്യവും ധാരാളം അനുഗ്രഹങ്ങൾ നൽകപ്പെട്ട സമ്പന്നരായ ആ സത്യനിഷേധികളുടെ കാര്യവും നബിയെ താങ്കൾ വിടുക. ആ കാര്യം നിങ്ങൾ വിട്ടളി. വമഖിൽഹും ഖലീല. അവർക്ക് അങ്ങ് അല്പം ഇട നൽകുക തന്നെ വേണം. അതായത് അവർ എന്തൊക്കെ കളിയാക്കിയാലും എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ക്ഷമിക്കണം, ഭംഗിയായിട്ട് വെടിയണം, അവർക്കൊരൽപ്പം ഇട കൊടുക്കൂ നബിയെ. ഒക്കെ നമ്മൾ ശരിയാക്കി കൊടുക്കാം എന്നുള്ള ഒരു പ്രയോഗമാണ് അല്ലാഹു തആല നടത്തുന്നത്. പറഞ്ഞതുപോലെ തന്നെ ആ പ്രമാണിമാർക്കൊക്കെ കണക്കിന് അല്ലാഹു തആല കൊടുത്തു. ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാനമായ അധ്യായമായ ബദറിലാണ് അല്ലാഹു തആല അള്ളാഹുവിന്റെ ഈ വാഗ്ദാനം നിറവേറ്റിയത്. അള്ളാന്റെ തിരുദൂതർ പരമാവധി ക്ഷമിച്ചു. ഒരു നിലക്കു രക്ഷയില്ല എന്ന് കണ്ടപ്പോ അള്ളാന്റെ തിരുദൂതരോട് ഹിജ്റ പോകാൻ വേണ്ടി പറഞ്ഞു. മഹാപരീക്ഷണമായിരുന്നു. ജന്മനാട് വിട്ട് എല്ലാം ഒഴിവാക്കി പ്രവാചകരും അനുചരന്മാരും ഹിജ്റ പോകേണ്ടി വന്നു. എന്നിട്ടും ശല്യം തുടർന്നു. മദീനയിൽ അള്ളാഹുവിന്റെ തിരുദൂതർക്ക് നല്ല റാഹത്തായ അവസ്ഥയായിരുന്നു. മദീനക്കാര് നബിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. പക്ഷേ അപ്പോഴും ജൂത കബീലകളെ, ഗോത്രങ്ങളെ കൂട്ടുപിടിച്ച് മദീനയിലുള്ള അള്ളാന്റെ തിരുദൂതരെ അവിടെ നിന്ന് തുരത്താൻ അതിനുള്ള ശ്രമമാണ് ഇവരെ നടത്തിയത്. അങ്ങനെ അവസാനം അത് ബദറിലെത്തി. അബൂജഹൽ അടക്കമുള്ള സകല പ്രമാണിമാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ബദർ യുദ്ധത്തിൽ പാഠം പഠിപ്പിച്ചു എന്നാണ്. ഇവിടെ അള്ളാന്റെ തിരുദൂതരോട് പറഞ്ഞത്, അങ്ങ് ക്ഷമിച്ചോളൂ നബിയെ, ഭംഗിയായിട്ട് അവരെ വെടിഞ്ഞോളൂ. എന്റെ കാര്യവും ധാരാളം അനുഗ്രഹങ്ങൾ നൽകപ്പെട്ട ആ പ്രമാണിമാരുടെ, ആ സത്യനിഷേധികളുടെ കാര്യവും അങ്ങ് വിട്ടോളൂ. അങ്ങ് ഒരൽപ്പം ഇട അവർക്ക് നൽകിയേ മതിയാകൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ ആദ്യം പറഞ്ഞത്. ഈ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നുകൂടി വിശാലമായിട്ട് പറയുന്നുണ്ട് മറ്റൊരു ഭാഗത്ത്. ഖാഫ് സൂറത്തിൽ അല്ലാഹു തആല ഇതിനെ സംബന്ധിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. നോക്കൂ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫസ്ബിർ അലാ മാ യഖൂലൂൻ വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇശ് ശംസ് വഖബ്ലൽ ഗുറൂബ് വമിനൽ ലൈലി ഫസബ്ബിഹു വഅദ്ബാറസ് സുജൂദ്. ഇതേ വിഷയം അല്ലാഹു തആല പറയുന്നത് ഇങ്ങനെയാണ്. ഫസ്ബിർ അലാ മാ യഖൂലൂൻ. ആ സത്യനിഷേധികളായ ആളുകൾ പറയുന്നതിനെ തൊട്ട് അങ്ങ് ക്ഷമിച്ചോളൂ നബിയെ. ഖാഫ് സൂറത്തിൽ പറയുന്നതും മുസമ്മിൽ സൂറത്തിൽ പറയുന്നതും ഒരുപോലെയാണ്. ഇനി വേറെയും പറയുന്നുണ്ട് അല്ലാഹു തആല വേറെ ഭാഗങ്ങളിലൂടെ. ഇവിടെ പറഞ്ഞത് അങ്ങ് ക്ഷമിച്ചോളൂ. എന്നിട്ട് അങ്ങ് എന്ത് ചെയ്യണം? വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇശ് ശംസി വഖബ്ലൽ ഗുറൂബ്. നബിയെ, അങ്ങ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പും താങ്കളുടെ രക്ഷിതാവിനെ സ്തുതിക്കുകയും പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്തോളൂ. മാത്രമല്ല, വമിനൽ ലൈലി ഫസബ്ബിഹു, രാത്രിയിൽ അങ്ങ് തസ്ബീഹ് ചെയ്യണം നബിയെ. വഅദ്ബാറസ് സുജൂദ്, സുജൂദിന്റെ പിറകെയും അങ്ങ് റബ്ബിനെ പ്രകീർത്തിക്കണം. എന്താ ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം? നിരന്തരം അള്ളാന്റെ തിരുദൂതർക്ക് പ്രയാസങ്ങൾ വന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയോട് പറയാണ്, ക്ഷമിച്ചോളൂ. ഇനി നല്ല സമാധാനം വരാനുള്ളൊരു വഴി അള്ളാഹു പറയുന്നത്,
സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പും രാത്രിയിലെ ചില സമയങ്ങളിലും സുജൂദുകൾക്ക് പിറകെയും അള്ളാന്റെ പരിശുദ്ധിയെ വാഴ്ത്തണം, അള്ളാഹുവിനെ സ്തുതിക്കണം എന്നാണ് അള്ളാഹു പറയുന്നത്. അവിടെ സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പ് എന്ന് പറഞ്ഞത് ഇപ്പൊ നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞു. എല്ലാം മനസ്സിലാക്കണം. സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾ റബ്ബിനെ പ്രകീർത്തിച്ചോളൂ, സ്തുതിച്ചോളൂ. സ്തുതി എന്ന് പറയുമ്പോൾ അൽഹംദുലില്ലാഹ് വരും, പരിശുദ്ധമാക്കല് അത് സുബ്ഹാനല്ലാഹ് വരും. അത് സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പ് എന്ന് പറഞ്ഞത് സുബഹി നിസ്കാരത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പ് എന്ന് അള്ളാഹു പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം ലഹ്റും അസറുമാണ്. രാത്രിയിൽ നിന്ന് ചില സമയങ്ങൾ എന്ന് പറഞ്ഞത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഗ്രിബും ഇശാവുമാണ്. അദ്ബാറ സുജൂദ് എന്ന് പറഞ്ഞത് റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളെ പറ്റിയാണ്. എല്ലാം ശ്രദ്ധിക്കണം. ഇത് ലോകാവസാനം വരെയുള്ള എല്ലാ സത്യവിശ്വാസികൾക്കും ബാധകമാണ്. ഓരോ കാലത്തും പ്രയാസങ്ങളും പ്രതിസന്ധികളും മനുഷ്യന്റെ ടെൻഷൻ വ്യത്യസ്തമായിരിക്കും. സഹോദരാ, നമുക്ക് എന്തൊക്കെ വന്നാലും നിസ്കാരത്തിലൂടെ അത് യഥാർത്ഥത്തിൽ ഒരു പരിഹാരമാണ്. നിസ്കാരം വലിയ സമാധാനം നൽകുന്നൊരു വിഷയമാണ്. 5 നേരത്തെ നിസ്കാരം ഒരാൾ കൃത്യമായി നിർവഹിക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സമാധാനം. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്, സൂര്യൻ ഉദിച്ച് വെയില് വന്ന് നമ്മൾ ഉപജീവന മാർഗത്തിൽ പല മേഖലകളിലേക്കും ഇറങ്ങിത്തിരിക്കും. എങ്കിൽ സൂര്യൻ ഉദിച്ചു ഉയരുന്നതിന്റെ മുമ്പ്, തൊട്ട് മുമ്പ് നമ്മളതാ സുബഹി നിസ്കാരം നിർവഹിക്കുന്നു. ഇനി സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പായിട്ട് നമുക്ക് 2 വക്ത് നിസ്കാരം ലഹ്റും അസറും അല്ലാഹു പാസാക്കി. അതിൽ ഉപജീവന വിഷയത്തിൽ നമുക്കൊരു തടസ്സം വല്ലാതെ വരാതിരിക്കാനാണ് സുബഹിയുടെയും ലഹ്റിന്റെ ഇടയിലും വലിയൊരു ഗ്യാപ്പ് ഇട്ടത്. ഒരു 10 മണി സമയത്ത് വേറെ നിസ്കാരം അല്ലാഹു നിർബന്ധമാക്കിയില്ല. അതേപോലെ നോക്കൂ, അസർ കഴിഞ്ഞ് മഗ്രിബും കഴിഞ്ഞ് ഇശാവും കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും പ്രകൃതി ദത്തമാണ് നമുക്ക് ഉറക്ക് എന്നുള്ളത്. അതുകൊണ്ട് അല്ലാഹു തആല ഇശാഇന്റെയും സുബഹിയുടെയും ഇടയിൽ നല്ലൊരു ഇടവേള തന്നു. അപ്പോ ലഹ്റിന്റെയും സുബഹിയുടെയും അതുപോലെ തന്നെ ഇശാഇന്റെയും സുബഹിയുടെയും ഇടയിൽ അല്ലാഹു തആല വലിയ ഒരു ഗ്യാപ്പ് നൽകിയെങ്കിലും ലഹ്റിന്റെയും അതുപോലെ തന്നെ സുബഹിയുടെയും ഇടയിൽ ഒരു ഗ്യാപ്പുണ്ട്. ഇശാഇന്റെയും സുബഹിയുടെയും ഇടയിലുണ്ട്. എന്നാൽ അത് ഓവറാകരുത്. അതുകൊണ്ട് നിർബന്ധമില്ലെങ്കിലും അതിന്റെ ഇടയിൽ അള്ളാഹു സുന്നത്ത് കൊടുത്തു. ലഹ്ർ നിസ്കാരത്തിന്റെ മുമ്പ്, സുബഹിന്റെ ശേഷം പകൽ സമയത്തെ ഒരു 4 ഓഹരി വെച്ചാൽ അതിൽ 1ാമത്തെ വിഹിതം കഴിഞ്ഞ് 2ലേക്ക് പ്രവേശിക്കുന്ന സമയമാണ് ളുഹ നിസ്കരിക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം. അപ്പൊ ഒരു 9:30-10 മണി ടൈം നല്ല ടൈമാണ്. അതെന്തിനാണ്? സുബഹിന്റെയും ലഹ്റിന്റെയും ഇടയിൽ കുറഞ്ഞൊരു ഇടവേള ഉണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ മനുഷ്യന് പിഴക്കാൻ പാടില്ല. അല്ലാഹു തആല നിർബന്ധമില്ലെങ്കിൽ ഒരു സുന്നത്തായ നിസ്കാരം അവിടെ വെച്ചു. ഇശാ നിസ്കരിച്ച് നമ്മൾ ഉറങ്ങും. സുബഹി വരെ ഒരുപാട് സമയമുണ്ട്. എന്നാൽ ഉറക്ക് നിർബന്ധമില്ലെങ്കിലും അതിന്റെ ഇടയിലൊന്ന് ഉണർന്ന് ഒരു 2 റക്അത്തെങ്കിലും മിനിമം തഹജ്ജുദ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇതിന്റെ ബാക്കി ഇനി വരാൻ പോവാണ്. 5 നേരത്തെ നിസ്കാരം. ഇനി അതിന്റെ പുറമെ നബിക്ക് വലിയ പ്രയാസങ്ങൾ വന്നപ്പോ അള്ളാഹു കൽപ്പിക്കാണ്, നബിയെ സുജൂദിന്റെ പിറകെയും അങ്ങ് അള്ളാഹുവിനെ പരിശുദ്ധമാക്കുക നബിയെ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നബിയോടും നമ്മളോടും അള്ളാഹു കൽപ്പിച്ചതെന്താ? റവാത്തിബ് നിസ്കാരങ്ങളെ പറ്റിയാണ് പറയുന്നത്. റവാത്തിബ് നിസ്കാരങ്ങൾ എന്ന് പറയുമ്പോൾ അത് മുഅക്കദായതും അല്ലാത്തതൊക്കെ ഉണ്ട്. ശക്തമായ സുന്നത്തുള്ളതും അല്ലാത്തതുമൊക്കെ ഈ റവാത്തിബ് നിസ്കാരങ്ങളിലുണ്ട്. മുഅക്കദായതെങ്കിലും നമ്മൾ നിസ്കരിക്കണം കൃത്യമായിട്ട്. നിസ്കാരത്തിലെ ന്യൂനതകൾ പരിഹരിക്കപ്പെടാനുള്ള ഒരു വഴിയാണ് റവാത്തിബ്. റവാത്തിബിലെ ന്യൂനതകൾ പരിഹരിക്കാനുള്ള വഴിയാണ് ഇതര സുന്നത്ത് നിസ്കാരങ്ങൾ. അതിൽ വന്ന പോരായ്മകൾ പരിഹരിക്കാനുള്ള വഴി അദബ്. അദബ് കൊണ്ടുള്ള ഉദ്ദേശം ദുന്യാവിനോടുള്ള സ്നേഹം ചുരുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഫർള് നിസ്കാരങ്ങളിൽ എന്തെങ്കിലും പോരായ്മകൾ വന്നാൽ അത് പരിഹരിക്കപ്പെടും റവാത്തിബ് നിസ്കാരം കൊണ്ട്. ആ റവാത്തിബ് നിസ്കാരത്തിലെ ന്യൂനതകൾ പരിഹരിക്കപ്പെടുന്നത് ഇതര സുന്നത്ത് നിസ്കാരങ്ങളെ കൊണ്ടാണ്. ളുഹ, തഹജ്ജുദ്, അങ്ങനെയുള്ള വിത്ർ നിസ്കാരങ്ങളെ കൊണ്ട്. അതിലും വരുന്ന പോരായ്മകൾ പരിഹരിക്കപ്പെടുന്നത് ഒരാളുടെ അദബ് കൊണ്ടാണ്. അദബ് എന്താണെന്ന് ചോദിച്ചാൽ ദുന്യാവിനോടുള്ള മോഹം ചുരുക്കലാണെന്നാണ്. അപ്പൊ ദുന്യാവിനോടുള്ള മോഹം ഒരാൾ ചുരുക്കി കഴിഞ്ഞാൽ അവന്റെ എല്ലാ നിസ്കാരങ്ങളിലുള്ള പോരായ്മകൾ പരിഹരിക്കപ്പെടുമെന്നാണ് മൊത്തത്തിൽ വരിക. വളരെ പ്രധാനപ്പെട്ട 5 നേരത്തെ നിസ്കാരത്തിലെ പോരായ്മകൾ പരിഹരിക്കപ്പെടേണ്ട ഒരു വഴിയാണ് റവാത്തിബ് നിസ്കാരം.
അതിൽ മുഅക്കദായത് 10 റക്അത്താണ്. അതിൽ പെട്ടതാണ് സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത്. ശേഷമല്ല. സുബഹിയുടെ മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളത് മുഅക്കദായ നിസ്കാരം. ളുഹറിന്റെ മുമ്പ് ഒരു 2 റക്അത്തും ശേഷം 2 റക്അത്തും, അപ്പൊ 6 റക്അത്തായി. അസറിന്റെ മുമ്പും ശേഷം മുഅക്കദായ നിസ്കാരമില്ല, ശക്തമായ സുന്നത്ത് നിസ്കാരമില്ല. പിന്നെ മഗ്രിബിന്റെ ശേഷം ഒരു 2 റക്അത്ത് വരുന്നുണ്ട്, ഇശാഇന്റെ ശേഷം ഒരു 2 റക്അത്ത് വരുന്നുണ്ട്. ഇപ്പൊ 10 റക്അത്തായി. ഇതാണ് മുഅക്കദായ നിസ്കാരം. ഇനി നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒരല്പം കൂടിയും മുഅക്കദല്ലാത്ത ശക്തമായ സുന്നത്തില്ലെങ്കിലും സുന്നത്ത് തന്നെയാണ്. അതേതാ? സുബഹിയുടെ മുമ്പേ ഉള്ളൂ, ശേഷമില്ല. ളുഹറിന്റെ മുമ്പ് 2ഉം ശേഷം 2 ഉള്ളത്, അതിക്ക് ഈ 2 കൂടി കൂട്ടണം. അപ്പൊ മുമ്പ് 4ഉം ശേഷം 4ഉം. അസറിന്റെ മുമ്പോ ശേഷോ മുഅക്കദായതില്ല, മുഅക്കദല്ലാത്തത് മുമ്പ് ഒരു 4 റക്അത്തുണ്ട്. മഗ്രിബിന്റെ ശേഷം മുഅക്കദായ 2 റക്അത്തുണ്ട്, മഗ്രിബിന്റെ മുമ്പ് മുഅക്കദല്ലാത്ത 2 റക്അത്തുണ്ട്. അത് സുന്നത്താണ്, അധിക പള്ളികളിലും നടക്കാത്തൊരു സംഗതിയാണ്. ഇവിടെ ഉണ്ടോ മഗ്രിബിന്റെ മുമ്പ് 2 റക്അത്ത്? അത് യഥാർത്ഥത്തിൽ ഒരു വലിയ സുന്നത്താണത്. മഗ്രിബിന്റെ മുമ്പ് ഒരു 2 റക്അത്ത് സുന്നത്തിന്റെ വേഗത്തിൽ നിസ്കരിക്കണം എന്നാണ്. അത്തിപ്പറ്റ ഉസ്താദ് ഏത് യാത്രയിലാണെങ്കിലും മഗ്രിബിന് ഏത് പള്ളിയിലാണോ ആ പള്ളിയിൽ ഈ സുന്നത്ത് നിസ്കാരം അല്ലെങ്കിൽ അപ്പ സ്ഥിരപ്പെടുത്തും. ഉസ്താദിനെ വിളിച്ച് പറയും, എന്താ ഈ സുന്നത്തില്ലാത്തതെന്ന് ചോദിക്കും. മുബറ കഴിഞ്ഞിട്ട് പോവുള്ളൂ. സംഭവം വളരെ ശരിയാണ്. മുഅക്കദായ സുന്നത്ത് മഗ്രിബിന്റെ ശേഷം 2 റക്അത്താണ്. മുഅക്കദല്ലാത്ത 2 റക്അത്തുണ്ട്, അത്ര തന്നെ കനല്ലാന്നേ ഉള്ളൂ. പക്ഷെ കുറച്ച് സ്പീഡ് കൂട്ടണം എന്നുള്ളതാണ്. വലിയ സൂറത്ത് നോക്കി നിൽക്കാൻ പാടില്ല. മഗ്രിബിന്റെ തൊട്ട് മുമ്പുള്ള 2 റക്അത്ത് വേഗത്തിൽ നിസ്കരിക്കണം എന്നുള്ളതാണ്. അപ്പൊ മഗ്രിബിന്റെ മുമ്പും ഒരു 2 റക്അത്ത് മുഅക്കദല്ലാത്തതുണ്ട്. അതുപോലെ ഇശാഇന്റെ മുമ്പും ഒരു 2 റക്അത്ത് മുഅക്കദല്ലാത്തതുണ്ട്. അപ്പൊ അങ്ങനെ കൂട്ടി നോക്കുമ്പോൾ മൊത്തം 22 റക്അത്ത് വരും. 22 റക്അത്ത്. അതിൽ 10 റക്അത്ത് മുഅക്കദായതും മുഅക്കദല്ലാത്തത് 12 റക്അത്തും. മൊത്തം നിസ്കാരങ്ങളുടെ മുമ്പും ശേഷവുമുള്ള നിസ്കാരങ്ങൾ, സുന്നത്ത് നിസ്കാരങ്ങൾ മൊത്തം 22 വരും. നമ്മൾ മുഅക്കദും മുഅക്കദല്ലാത്തതും കൂടി കൂട്ടി പറയുകയാണെങ്കിൽ, കൺഫ്യൂഷൻ ആകണ്ട, കൂട്ടി പറയുകയാണെങ്കിൽ സുബഹി മുതൽ തുടങ്ങുകയാണെങ്കിൽ സുബഹിയുടെ മുമ്പ് 2, ളുഹറിന്റെ മുമ്പ് 4, ളുഹറിന്റെ ശേഷം 4, അസറിന്റെ മുമ്പ് 4, മഗ്രിബിന്റെ മുമ്പ് 2, ശേഷം 2, ഇശാഇന്റെ മുമ്പ് 2, ശേഷം 2. 22 റക്അത്ത് നിസ്കാരം. ഈ കുട്ടികൾ ഗ്രൗണ്ടിൽ കളിക്കിറങ്ങിയതുപോലെയാണെന്നാണ്. ഒരു നല്ല ഈമാനുള്ള ആൾക്ക് മടുപ്പ് വരൂല. ഒരു ഒഴിവ് ദിവസം കുട്ടികൾ ഗ്രൗണ്ടിലേക്ക് കളിക്കിറങ്ങിയാൽ ഭക്ഷണം കഴിക്കാത്തവർക്കൊരു പ്രശ്നമാവില്ല, മലമൂത്ര വിസർജനം നിർവഹിക്കാത്തവർക്ക് പ്രശ്നമാവില്ല, വിരുന്ന് പോകാനുള്ളത് അവർക്ക് പ്രശ്നമാവില്ല. കളിയിലാണ് ഏർപ്പെട്ട് കഴിഞ്ഞാൽ നീ എത്ര ചളിയായാലും അതാണ് പൂർത്തിയാക്കും. ഒന്നെങ്കിൽ എവിടെയെങ്കിലും വീണ് എന്തെങ്കിലും പരിക്ക് പറ്റണം, എന്നാ സംഗതി നിർത്തും. എന്നാലും ഒപ്പമുള്ളവർ നിർത്താൻ തയ്യാറാവില്ല, തൽക്കാലം അവിടെ നിൽക്കുക, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയും. കളിയിൽ ഏർപ്പെട്ട കുട്ടികൾ അങ്ങനെയുള്ള. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഫറളും ഈ മുഅക്കദും അല്ലാത്തൊക്കെ കൂട്ടുക എന്ന് പറഞ്ഞാൽ അവർക്കതൊരു ആവേശവും ഒരു ശല്യാവൂല. അപ്പൊ അല്ലാഹു തആല നിരന്തരം പ്രയാസങ്ങൾ വന്നപ്പോ നബിയോട് പറഞ്ഞത്, നബിയെ 5 നേരത്തെ നിസ്കാരവും അതുപോലെ ആ റവാത്തിബും നിസ്കരിക്കുക എന്നാണ്. ഇനി ആ ആയത്തിന് അദ്ബാറ സുജൂദ് എന്നതിന് ഏതുണ്ട്? സുജൂദിന്റെ ഉടനെ തസ്ബീഹ് എന്ന് പറഞ്ഞാല് നിസ്കാരത്തിന്റെ ഉടനെ പ്രാർത്ഥന എന്നും അർത്ഥമുണ്ട്. നിസ്കാരം കഴിഞ്ഞ് ദിക്റോ പ്രാർത്ഥനയോ ഇല്ലാതെ ഒരാൾ പെട്ടെന്ന് എഴുന്നേറ്റ് സുന്നത്ത് നിസ്കരിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചൂടായല്ലോ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വളരെ ഗൗരവത്തോടു കൂടെ ആ സ്വഹാബിയോട് സംസാരിച്ചു. ഉമർ റളിയല്ലാഹുവിന്റെ നിലപാടിനെ അള്ളാഹിന്റെ തിരുദൂതർ ശരിവെച്ചു. നിസ്കാരത്തിന്റെ ശേഷമുള്ള പ്രാർത്ഥന എന്ന വേഗത്തിൽ ഉത്തരം കിട്ടുന്നതാണ്. ഫഇദാ ഫറഗ്ത ഫൻസ്വബ്, ഖുർആൻ പറഞ്ഞില്ലേ, ഫഇദാ ഫറഗ്ത ഫൻസ്വബ്, നബിയെ അങ്ങ് വിരമിച്ചാൽ അധ്വാനിക്കണം. അങ്ങ് വിരമിച്ചാൽ അധ്വാനിക്കണം. ഇബാദത്തിൽ നിന്ന് വിരമിച്ചാൽ ജോലിക്ക് പോയിക്കോളൂ എന്നാണ് ഒരർത്ഥം. ഒരർത്ഥം എന്താ? നിസ്കാരം കഴിഞ്ഞാൽ പ്രാർത്ഥന കൊണ്ട് അധ്വാനിച്ചോളൂ എന്നാണ്. അപ്പോൾ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ പ്രാർത്ഥിക്കണം. ചെല്ലാളൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കണം. അതിൽ ഏറ്റവും നല്ലതാണ് കൂട്ടമായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത്. കൂട്ടമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ വേഗത്തിൽ ഉത്തരം കിട്ടുന്നതാണ്. നിസ്കാരത്തിന്റെ ശേഷം ദ്വാരക്കുമ്പോൾ വേഗത്തിൽ ഉത്തരം കിട്ടും. അതുകൊണ്ടാണ് ഇത് രണ്ടും കൂടിയും കൂട്ടുന്നത്. അവിടെ വാശി പിടിക്കേണ്ട ആവശ്യമില്ല. പുത്തൻ പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകളൊക്കെ വാശിക്കിറങ്ങിപ്പോ. ഇനി അവർ ദ്വാരക്കാണെങ്കിൽ തന്നെ ഇമാമിന്റെ ദ്വാ കഴിഞ്ഞതിന്റെ ശേഷം ഒരു കൈ താത്തൂല. അതായത് ഞാൻ ആ ദ്വായിൽ പെട്ട ആളല്ല, ഞാൻ സ്വന്താണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് കുറച്ചേരം കൂടി ഇറങ്ങാറായിരിക്കുന്നത്. ചിലരെന്തെയും എന്ത് വന്നാലും ശരി കയ്യാണ് താത്തിനും ചുണ്ടണ പൂട്ടും. ഇനി അതിനൊരാമ്യം വേണ്ട.
റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. ബഹുവചന രൂപത്തിലാണ് ഖുർആൻ അത് പഠിപ്പിച്ചത്. അതാണ് ഇമാമ് ചൊല്ലുന്നത്. എല്ലാവർക്കും കൂടിയാണ്. അയാളെ ദുആന്ന് അറിയരുത്, നമ്മളെ ദുആയാണ്. റസൂലും ജിബ്രീലും അലൈഹിസ്സലാം ദുആയിരുന്നു. ഒരാൾ ദുആയിരുന്നു, ഒരാൾ ആമീൻ പറഞ്ഞു. രണ്ടുപേരും ദുആ ചെയ്തു എന്നാണ് അള്ളാഹു പറഞ്ഞത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ അദ്ബാറ സുജൂദ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് പ്രാർത്ഥനയാണ്. അപ്പൊ നമ്മൾ റവാത്തിബ് എന്നുള്ള പ്രധാനപ്പെട്ട അർത്ഥം വെക്കുമ്പോൾ അൽഹംദുലില്ലാഹ് ഈ ശാസ്ത്രത്തിൽ ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ സുബഹിക്ക് വരുന്നതാണ്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താറിയോ, നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഫർദ് നിസ്കാരം കഴിഞ്ഞ് പിന്നെ റവാത്തിബ് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ അതിശ്രദ്ധേയമായ നിസ്കാരമാണ് സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത്. അത് നമ്മൾ ഒഴിവാക്കരുത്. വരുമ്പോ ജമാഅത്ത് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ജമാഅത്ത് കഴിഞ്ഞതിന് ശേഷം നിസ്കരിച്ചാൽ മതി. അപ്പോഴും നിയ്യത്ത് വെക്കേണ്ടത് മുമ്പുള്ള 2 റക്അത്ത് തന്നെയാണ്. സൂര്യൻ ഉദിച്ചതിന്റെ ശേഷമാണെങ്കിൽ ഖളാ ആയി, അപ്പൊ ഖളാ നിയ്യത്ത് വെച്ചാൽ മതി. ഇനി മാത്രമല്ല അവിടെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് കൂടിയുണ്ട്. നമ്മൾ സുബഹിയുടെ മുമ്പുള്ള റവാത്തിബ് നിസ്കാരം നിർവഹിച്ച് കഴിഞ്ഞാൽ ആ 2 റക്അത്ത് സുബഹിക്ക് ബാങ്ക് കൊടുത്തതിന്റെ ശേഷമുള്ള നിസ്കരിക്കുക. ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് നിസ്കരിക്കുന്ന തഹജ്ജുദാണ്. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ബാക്കി അടുത്ത ആഴ്ച പറയാനുള്ളതാണ്. സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് റവാത്തിബ് നിസ്കാരം കഴിഞ്ഞാൽ ഒന്ന് വലതുഭാഗത്തിന്റെ മേൽ ഒരു അല്പം ചെരിഞ്ഞു കിടക്കൽ സുന്നത്ത. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. സഹോദര, നമ്മൾ ഖബറിൽ കിടക്കുന്ന അതേ രൂപത്തിൽ ഖബറിൽ കിടക്കുന്ന നമ്മൾ കിടക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ കിടത്തുന്ന ഒരു സന്ദർഭമുണ്ട്. ആലോചിച്ച് നോക്കൂ. ഒരു പക്ഷെ നാളെ ഈ സമയമാകുമ്പോഴേക്ക് ഖബറിലെത്താം. ഇന്നതൊക്കെ കഴിഞ്ഞ് മരിച്ചാൽ ആളുകൾ ഇന്ന് വൈകുന്നേരം ഒരു 4 മണിയാകുമ്പോഴേക്ക് മയ്യത്തെടുക്കാൻ തീരുമാനിക്കും. അതിന്റെ മുമ്പ് തന്നെ മയ്യത്തെടുക്കാൻ തീരുമാനിക്കും. ഇതൊക്കെ നടക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ ഖബറിൽ ചെരിച്ചണ കിടത്തും. വീട്ടിൽ നല്ല തലയിണുണ്ടാവും. മണ്ണിന്റെ ആ തലയിണയിൽ മണ്ണിൽ നിന്ന് പടക്കപ്പെട്ടെന്ന ആ മണ്ണിലേക്ക് തന്നെ മടക്കപ്പെടുക. എന്നാൽ അത് എല്ലാ ദിവസവും രാവിലെ അത്തരം ഒരു ചിന്തയോടുകൂടെ ഇറങ്ങുമ്പോൾ എന്തായിരുന്നാലും ട്രാക്ക് മാറൂല. നമ്മുടെ ജീവിതത്തിൽ ആ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് നമ്മൾ എന്തായിരുന്നാലും വ്യതിചരിക്കൂല. അതിനുള്ള വഴിയാണ് എന്തറിയോ, സുബഹി നിസ്കരിച്ച് കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെരിഞ്ഞു കിടക്കുക. വലതുഭാഗത്തിന്റെ മേലിൽ ഒന്ന് ഖിബിലയ്ക്ക് അഭിമുഖമായിട്ടൊന്ന് ചെരിഞ്ഞു കിടക്കുക. ആ ചെരിഞ്ഞു കിടക്കുമ്പോൾ എന്ത് ചൊല്ലണം? അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വ മീകാഈല വ ഇസ്രാഫീല വ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അജ്ർനി മിനന്നാർ. ഇതൊരു 3 തവണ ആ സമയത്ത് ചൊല്ലല് സുന്നത്താണ്. اللهم رب جبريل وميكائيل وإسرافيل ومحمد صلى الله عليه وسلم أجرني من النار. اللهم رب ميكائيل اللهم رب جبريل وميكائيل وإسرافيل ومحمد صلى الله عليه وسلم أجرني من النار. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ റബ്ബായ നാദാ, മീകായിലിന്റെ ഇസ്രാഫീലിന്റെ പുണ്യനബി മുഹമ്മദ് നബിയുടെ റബ്ബായ അള്ളാഹുവേ, നരകാഗ്നിയെ തൊട്ട് എന്നെ കാക്കേണമേ. ബാക്കിയുള്ളൊന്നും പ്രശ്നമില്ല, നരകാഗ്നിയാണ് സഹോദര പ്രശ്നം. അപ്പൊ രാവിലെ തന്നെ ആ ചെരിഞ്ഞു കിടന്ന് ഇതൊരു 3 പ്രാവശ്യം ചെല്ലിയ റാഹത്തായി. ഇനി ശ്രദ്ധിച്ചുള്ളൊരു കാര്യം കൂടി നമ്മൾ ഇനി നാളെ മുതൽ നമുക്ക് പതിവാക്കേണ്ട ഒരു കാര്യമാണ്. ഇത് കേൾക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ടാവും. വളരെയധികം ശ്രദ്ധിക്കണം. ക്ലാസ് റൂം വഴിയും മറ്റുമൊക്കെ ശ്രവിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ ഇതിന് സമയം ചെലവഴിക്കുമ്പോൾ സഹോദര അതുകൊണ്ട് പ്രയോജനം വേണം. നമ്മുടെയൊക്കെ ഒരു ലക്ഷ്യമാണ് നമ്മുടെ ഈമാൻ നിലനിൽക്കുക എന്നുള്ളത്. മരിക്കുമ്പോൾ ഈമാൻ കിട്ടിയാൽ പോരാ, നമ്മൾ എല്ലാ സമയത്തും പൂർണ്ണമായ ഈമാനിലാകണം. അങ്ങനെ ഈമാനിലാകാനുള്ള നല്ലൊരു മരുന്ന് എന്താ അറിയോ? ഈ സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെരിഞ്ഞു കിടന്നു. ഈ ചെരിഞ്ഞു കടന്നതിന്റെ ശേഷം അല്പം കടന്നാൽ മതി. ഈ 3 വട്ടം ചൊല്ലി നമ്മൾ എഴുന്നേറ്റിരിക്കുക. ഇനി സുബഹിയുടെ നിസ്കാരം നിർവഹിക്കുന്നതിന്റെ ഇടയിൽ ഒരു 40 പ്രാവശ്യം യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത. പ്രത്യേക മഹാന്മാർ പഠിപ്പിച്ച ഒരു സംഗതിയാണ്. സലഫു സ്വാലിഹീങ്ങളായ ആളുകൾ സ്ഥിരമായിട്ട് ചൊല്ലിയിരുന്ന ഒന്നാണ്. മഹാന്മാരെ രേഖപ്പെടുത്തുന്നുണ്ട്. യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത. അത് 40 പ്രാവശ്യം കൃത്യമായി ഒരു 40 വട്ടം സുബഹി നിസ്കാരത്തിന് മുമ്പ് ചൊല്ലല് വളരെ നല്ലതാണ്. അസ്മാഉൽ ഹുസ്നയിൽ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ ഹയ്യ ഖയ്യൂം. പരിശുദ്ധ ഖുർആനിലെ 3 സൂറത്തുകൾക്കുള്ള മഹത്വം തന്നെ എന്താ? ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞു. മഹാന്മാരായ ആളുകൾ വിശദീകരിക്കുന്നുണ്ട്. സൂറത്തുൽ ബഖറ, ആലു ഇമ്രാൻ, സൂറത്ത് ത്വാഹ, ഈ 3 സൂറത്തുകളിലും
ഹയ്യ് ഖയ്യൂം അള്ളാഹുവിന്റെ ഈ രണ്ട് പേരുകൾ വരുന്നുണ്ട്. ഹയ്യ് ഖയ്യൂം ഈ രണ്ട് പേരുകൾ വരുന്നു. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ബഖറയും സൂറത്തു ആലു ഇമ്രാനും, സൂറത്തുൽ ബഖറയിൽ 255 വചനത്തിൽ ആയത്തുൽ കുർസി, അതിൽ ഹയ്യ് ഖയ്യൂം വരുന്നു. ആലു ഇമ്രാനിലെ 2 വചനത്തിലും തോഹ സൂറത്തിലെ 111 വചനത്തിലും വരുന്നുണ്ട് ഹയ്യ് ഖയ്യൂം. രാവിലെ തന്നെ നമ്മൾ സുബഹി നിസ്കാരത്തിന്റെ തൊട്ടു മുമ്പ്, അതിന്റെ മുമ്പുള്ള റവാത്തിബ് കഴിഞ്ഞതിന്റെ ഇടയിലായി യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത, അതൊരു 40 ഇല്ലാ അൻത എന്നാട്ടോ, ഇല്ലാ അൻത. അത് നിർത്തുമ്പോ ഇല്ലാ അൻത എന്നല്ല പറയേണ്ടത്, ഇല്ലാ അൻത. ലാ ഇലാഹ യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത. ഇനി പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ ശേഷം മഹത്തുക്കളായ ആളുകൾ നമ്മുടെ ഉപജീവനത്തിന്റെ വിശാലതയ്ക്ക് വേണ്ടി പ്രഭാതത്തിൽ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചൊരു ദിക്റുണ്ട്. അപ്പൊ നമ്മുടെ ജോലിയിൽ ഹൈറായൊരവസ്ഥ, സാമ്പത്തികമായി ഒരു അഭിവൃദ്ധി, നമ്മുടെ ഭക്ഷണം, അതുപോലെ തന്നെ നമ്മുടെ വസ്ത്രം, നമ്മുടെ പാർപ്പിടം, ഇതൊരു അഭിമാനകരമായ ഒരു നിലനിൽപ്പ് ഓരോരുത്തർക്കും വേണമല്ലോ. യാചന ഒരു സുഖമുള്ള ഏർപ്പാടല്ല. മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടുക എന്നുള്ളത് സഹോദര ഒരു സുഖമുള്ള ഏർപ്പാടല്ല. അപ്പൊ നമുക്ക് ഒരു ഇസ്സത്ത് വളരെ പ്രധാനമാണ്. ഇസ്സത്ത് അള്ളാന്റെ അരികലാണ്, അള്ളാഹുവിന് തരിക. എല്ലാ നിലക്കും ഇസ്സത്ത് അള്ളാഹുവിന്റെ അരികലാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ഇസ്സത്ത് കൊടുക്കും. പക്ഷെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. മഹത്തുക്കളായ ആളുകൾ പറയുന്നുണ്ട്, ഇത് ഒരാള് പ്രഭാതത്തില് 100 തവണ കൃത്യമായി ചൊല്ലുകയാണെങ്കിൽ അല്ലാഹു തആല അവന്റെ ഉപജീവനത്തിൽ വിശാലത നൽകും, എല്ലാ വിഷയത്തിലും. അപ്പോ കുട്ടിന്റെ കല്യാണം ശരിയാകൽ അതിൽ പെട്ടു, ജോലി ശരിയാകൽ അതിൽ പെട്ടു, ഗൾഫിൽ പോയ മകന്റെ അല്ലെങ്കിൽ സഹോദരന്റെ അല്ലെങ്കിൽ പിതാവിന്റെ ആരാണോ അവർക്ക് ജോലി ശരിയായിട്ടില്ല, അല്പം വിഷമത്തിലാണ്, അത് അനുയോജ്യമായ ഒരു അവസ്ഥയിലേക്ക് സാഹചര്യം അല്ലാഹു തആല അനുകൂലമാക്കി കൊടുക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? 100 തവണ ചൊല്ലണം പ്രഭാതത്തിൽ, 100 തവണ ആത്മാർത്ഥമായി ചൊല്ലണം ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. അത് ആത്മാർത്ഥമായി മനസ്സിരുത്തി മനസ്സിൽ കടത്തിയിട്ട് ചൊല്ലണമെന്നാണ്. ഞാൻ സാന്ദർഭികമായി ഉണർത്തിയതാണ്. സുജൂദിന്റെ പിറകെ തസ്ബീഹ് വേണമെന്ന് പറഞ്ഞതിന്റെ ഒരു ഉദ്ദേശം റവാത്തിബ് പറഞ്ഞപ്പോ, ആ റവാത്തിബ് നിസ്കാരങ്ങളിലെ അതിപ്രധാനപ്പെട്ട സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് റവാത്തിബ് നിസ്കാരത്തെ പറ്റി പുണ്യനബി പറഞ്ഞത് ഖൈറും മിനദ് ദുനിയാ വമാ ഫിഹാ, ദുനിയാവും അതിലുള്ള സകല വസ്തുക്കളെക്കാളും ഉത്തമമായതാകുന്നു അത്. ദുനിയാവും അതിലുള്ള സകല വസ്തുക്കളും തുലാസിന്റെ ഒരു തട്ടിലും, അടുത്ത തട്ടിൽ സുബഹിയുടെ മുമ്പ് നമ്മൾ നിസ്കരിക്കുന്ന 2 റക്അത്ത് റവാത്തിബ് വിട്ടാൽ മൂല്യം അതിനാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ സുബഹി നിസ്കരിക്കുന്ന നമുക്ക് സുബഹിയുടെ മുമ്പ് 2 റക്അത്ത് എന്തല്ല ഒരു പ്രശ്നമുള്ള കാര്യമല്ല. നമ്മൾ ആത്മാർത്ഥമായിട്ട് നിസ്കരിക്കണം സുബഹിയുടെ മുമ്പ്. ഇനി ഒരു കാര്യം കൂടിയും പറയണം. വലിയ പ്രയാസങ്ങൾ വന്നപ്പോഴാണല്ലോ അള്ളാന്റെ തിരുദൂതരോട് അള്ളാഹു അങ്ങനെ പറഞ്ഞത്. നമുക്കൊക്കെ അങ്ങനെ തന്നെ എന്തൊക്കെ പ്രതിസന്ധികളും മറ്റും വന്നാലും ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇനി അതോടുകൂടെ തന്നെ സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് റവാത്തിബ് നിസ്കരിക്കുന്ന സമയത്ത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയും, അതിൽ ആ സൂറത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കണം. അത് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, ആവർത്തിക്കുന്നില്ല, കൂടുതൽ ആവർത്തിക്കുന്നില്ല. പറയാത്തൊരു വിഷയം കൂടി പറയാം. അതായത് നമ്മളിപ്പോ സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് റവാത്തിബില് 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹന്റെ ശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂന സൂറത്ത് ഓതണം, അലം നശ്റഹ് ലക സദ്റക എന്നുള്ള സൂറത്ത് ഓതണം. 2-ാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതണം, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്നുള്ള ചെറിയ സൂറത്ത് ഓതണം. അപ്പൊ ഒരു റക്അത്തിൽ ഫാത്തിഹ അടക്കം 3 സൂറത്തുകൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിസ്കാരമാണ് ഇത്, സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത്. ഇനി അതിന്റെ പുറമെ മഹാന്മാര് വിശദീകരിക്കുന്നുണ്ട്, സുബഹിയുടെ മുമ്പുള്ള റവാത്തിബ് നിസ്കാരം നിർവഹിക്കുന്ന സമയത്ത് അതിൽ പ്രധാനപ്പെട്ട ഒരു ആയത്ത് കൂടി ഓതണം. 1-ാമത്തെ റക്അത്തിൽ 1-ാമത്തെ റക്അത്തിൽ അൽ ബഖറയിൽ നിന്ന് 136-ാമത്തെ ആയത്ത് കൂടി ഓതൽ സുന്നത്താണ്. അപ്പൊ ഫാത്തിഹ, കാഫിറൂന, പിന്നെ അൽ ബഖറയിലെ 136-ാമത്തെ ആയത്ത്, പിന്നീടാണ് അലൻ നശ്ർ, അത് സുന്നത്തുണ്ട്. ആ ആയത്ത് ഇതാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖൂലൂ ആമന്നാ ബില്ലാഹ്
وما أنزل إلينا وما أنزل إلى إبراهيم وإسماعيل وإسحاق ويعقوب والأسباط وما أوتي موسى وعيسى وما أوتي النبيون من ربهم لا نفرق بين أحد منهم ونحن له مسلمون. രാവിലെ തന്നെ ആ പ്രഭാതത്തിൽ സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ആയത്ത് കൂടി ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹന്റെ യശോദൽ സുന്നത്താണ്. നമ്മൾ ചിലപ്പോൾ കരുതി ഇതൊക്കെ കൂടി ആകുമ്പോൾ കുറെ ടൈം ആവുമല്ലോ ഉസ്താദേ. ഇല്ല, അത്ര വലിയ ടൈമൊന്നും ആവില്ല, അത്ര വലിയ ടൈം ആവൂല. ഈ ആയത്തൊക്കെ എത്ര അർത്ഥവത്തായത്താണ്. ഇസ്ലാമിന്റെ ആ നിഷ്പക്ഷത വളരെ വ്യക്തമായിട്ട് പറയണം. ഇവിടെ ജൂതന്മാർ ക്രിസ്ത്യാനികളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവർ സത്യം അംഗീകരിക്കുകയാണെങ്കിൽ അവർ പുണ്യനബിയെ അംഗീകരിച്ച് ഇസ്ലാം സ്വീകരിക്കണം. എന്തുകൊണ്ട്? മുസ്ലിംകളുടെ നിലപാടെന്താണ്? അതാണ് ഇപ്പൊ ഇതിൽ പറയുന്നത്. ഖൂലു ആമന്നാ ബില്ലാഹി വമാ ഉൻസില ഇലൈനാ, നിങ്ങൾ പറഞ്ഞോളൂ അള്ളാഹുവിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അവരിൽ നിന്ന് ഇറക്കപ്പെട്ടതിലും വിശ്വസിച്ചിരിക്കുന്നു. ഇബ്രാഹിം നബിയിലേക്ക്, ഇസ്മായിൽ നബിയിലേക്ക്, ഇസ്ഹാഖ് നബിയിലേക്ക്, യാക്കൂബ് നബിയിലേക്ക്, മൂസാ നബിയിലേക്ക്, ഈസാ നബിയിലേക്ക്, എല്ലാ നബിമാരിലേക്കും ഇറക്കപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അങ്ങനെ പറഞ്ഞോളൂ മോമിനീങ്ങളെ. ഇവർ യേശു ക്രിസ്തു എന്ന് പറയുന്ന ഈസാ നബിക്ക് ഇറക്കപ്പെട്ട ആ ഇഞ്ചീലിൽ യഥാർത്ഥത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ പ്രഖ്യാപിച്ചോളൂ എന്ന് അവസാനം അല്ലാഹു പറയുന്നത് എന്താ? നിങ്ങൾ ഇങ്ങനെ പറയണം, വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ അവനിക്ക് അനുസരണയുള്ളവരാണ്, മുസ്ലിങ്ങളാണ് എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചോളൂ. ഈ പ്രഖ്യാപനം ഇവർ പ്രഖ്യാപിക്കാൻ തയ്യാറുണ്ടോ? എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിക്കണം എന്നാണ് അള്ളാഹു പറയാൻ പറഞ്ഞത്. ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും, ഒരു പ്രവാചകന്മാർക്കിടയിൽ ഞങ്ങൾ വിവേചനം കാണിക്കില്ല. ഏതെങ്കിലും ഒരു പ്രവാചകനെ ആ പ്രവാചകനല്ല എന്ന് ഞങ്ങൾ പറയില്ല എന്ന് നമ്മളോട് പറയാൻ വേണ്ടി കൽപ്പിക്കുന്ന ആയത്താണ് ഈ ഓതാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചത്. ഇത് ഇവരൊക്കെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ മുഹമ്മദ് നബി അവർ അംഗീകരിക്കണ്ടേ? തൗറാത്തിലും ഇഞ്ചീലിലൊക്കെ പറഞ്ഞ്. പക്ഷെ അവരതിന് തയ്യാറല്ല, അംഗീകരിക്കാൻ തയ്യാറല്ല. നിഷ്പക്ഷ കോണിലൂടെ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് നമ്മുടെ ലൈൻ ശരിയാണ് എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഒന്നാമത്തെ റക്അത്തിൽ അൽ ബഖറയിൽ നിന്ന് ഈ ആയത്ത് ഓതണം. രണ്ടാമത്തെ റക്അത്തിൽ ആലുൽ ഇമ്രാനിലെ 64-ാമത്തെ ആയത്ത് മുതൽ പ്രത്യേകം സുന്നത്തുണ്ട്. രണ്ടാമത്തെ റക്അത്തിൽ ആലുൽ ഇമ്രാനിലെ 64-ാമത്തെ ആയത്ത് അത് ഇതാണ്. രണ്ടും ഒരേ വിഷയമാണ്. അൽ ബഖറയിൽ പറഞ്ഞ ആയത്തും ആലുൽ ഇമ്രാനിൽ പറഞ്ഞ ഈ ആയത്തും അതിൽ അടങ്ങിയ ആശയം ഏകദേശം നല്ല സാദൃശ്യമുണ്ട്. ഖുൽ യാ അഹ്ലൽ കിതാബ് തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ് വലാ നുശ്രിക ബിഹി ശൈഅ വലാ യത്തഖിദ ബഅ്ദുനാ ബഅ്ദൻ അർബാബൻ മിൻ ദൂനില്ലാഹ് ഫഇൻ തവല്ലൗ ഫഖൂലു അശ്ഹദൂ ബിഅന്നാ മുസ്ലിമൂൻ വനഹ്നു ലഹു മുസ്ലിമൂൻ. മറ്റേ ആയത്ത് അവസാനിപ്പിക്കുന്നത്. അപ്പൊ എന്തായാലും ഇതൊക്കെ ആ സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്തിൽ പ്രത്യേകം ഓതേണ്ടതാണ്. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കണം. അപ്പൊ അല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കുന്നത് റസൂലുള്ളാഹി തങ്ങളോട് അന്ന് പറഞ്ഞത്, നബിയെ അങ്ങ് പ്രയാസപ്പെടണ്ട, അങ്ങ് അവരെ വെടിഞ്ഞു നിന്നോളൂ, അങ്ങ് ക്ഷമിച്ചോളൂ നബിയെ. അവരിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകപ്പെട്ട വിഭാഗം സമ്പന്നർ അവരുടെ കൂട്ടത്തിലുണ്ട്. അവരെ കാര്യം നമ്മുടെ കാര്യം നിങ്ങൾ വിട്ടളി തൽക്കാലം. അവർ നന്നാവില്ല, ശരിയാവില്ല. പക്ഷേ ഒരല്പം നിങ്ങൾ ഇട കൊടുക്കൂ, നാം അവർക്ക് നൽകാമെന്നാണ് അള്ളാഹു പറയുന്നത്. അങ്ങനെ കളിച്ചവർക്കൊക്കെ അള്ളാഹു നൽകിയിട്ടുണ്ട്. അള്ളാഹു അവന്റെ ശിക്ഷയെ തൊട്ട് നമ്മളെ കാക്കുമാറാവട്ടെ. ഇനി അള്ളാഹു നമ്മളെ ഒന്ന് ഞെട്ടിക്കണം. നമ്മളെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗം വിട്ട് സഞ്ചരിക്കുന്ന, തെറ്റ് ചെയ്യുന്ന സത്യനിഷേധികളും അല്ലാത്തവരും ആരൊക്കെ റബ്ബിന് എതിര് പ്രവർത്തിക്കുന്നു അവരെ അള്ളാഹു ഇങ്ങനെ പറയുന്നത്, ഇന്നലദൈന അങ്കാലം വജഹീമ വതഅമൻ ദാ ഗുസ്വതിൻ വഅദാബൻ അലീമ. ഇതിനെപ്പറ്റി നമ്മൾ നല്ലോണം പേടിക്കണം. അള്ളാഹു പറയുന്നത് ഇന്നലദൈന, നമ്മുടെ അരികലുണ്ട്. എന്ത്? അങ്കാലം വജഹീമ, ചങ്ങലകളും അതുപോലെ ജഹീം എന്ന നരകവും. അതായത് ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് വാടാ. ഒരു കർശനമായ രൂപത്തിൽ അള്ളാഹുവിന്റെ അടുത്ത് ആക്കിയതാണ്, ഒരു വാണിംഗ് ആണ്.
നമ്മളുണ്ടല്ലോ, മക്കളോടൊക്കെ ചിലപ്പോൾ വികൃതി കാട്ടി പോവുകയാണെങ്കിൽ പറയും, വാ ഇജ് വൈകുന്നേരം കെട്ടന്നെ വരിക. ചിലപ്പോൾ അവന് വേണമെങ്കിൽ രാജ്യം വിടാം, പിന്നെ അവനെ കിട്ടാൻ ഇടങ്ങാറാവും, പത്രത്തിൽ പരസ്യം കൊടുക്കേണ്ടി വരും. ദുന്യാവിൽ അങ്ങനെയൊക്കെ നടക്കും. പക്ഷെ അള്ളാന്റെ അടുത്ത് രക്ഷപ്പെടാൻ കഴിയില്ല. അള്ളാഹു പറയുന്നത് ഇന്നലദൈന അങ്കാലം വജഹീമ, തീർച്ചയായിട്ടും നമ്മുടെ അരികെ ചങ്ങലകളുണ്ട്, വജഹീമ, അതുപോലെ ജഹീം എന്ന നരകമുണ്ട്, വത്വാമൻ ദാ ഗുസ്വ, തൊണ്ടയിൽ തങ്ങി നിൽക്കുന്ന ആഹാരം നാം ഒരുക്കി വച്ചിട്ടുണ്ട്, വഅദാബൻ അലീമ, വേദനാജനകമായ ശിക്ഷയും ഒരുക്കി വച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതിനെപ്പറ്റി നമ്മൾ നല്ലോണം പേടിക്കണം. ഇത് ആലോചിച്ചുകൊണ്ട് പുണ്യനബി വല്ലാതെ കരഞ്ഞിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് മുസമ്മിൽ സൂറത്ത് ഓതുമ്പോഴേക്ക്, ഈ ഭാഗം എത്തുമ്പോഴേക്ക് നിയന്ത്രണം വിടുമായിരുന്നു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വലിയ മനക്കരുത്തുള്ള ആളായിരുന്നെങ്കിലും നരകത്തെ പരാമർശിക്കുന്ന ആയത്ത് കേൾക്കുമ്പോൾ വല്ലാതെ കരയുമായിരുന്നു. അല്ലാതെ പേടിച്ചു പോയി. അള്ളാന്റെ താക്കി നോക്കൂ, ഇങ്ങോട്ട് വാ, നാം ചങ്ങലകൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. കൈകൾക്ക് വലങ്ങുകളും കാലുകൾക്ക് ചങ്ങലകളും. സാധാരണ ഇരുമ്പിന്റെ ചങ്ങലയല്ല സഹോദര, കയറല്ലാതെ ഇരുമ്പിന്റെ ചങ്ങലയല്ല, അഗ്നി കൊണ്ടുള്ള ചങ്ങലയാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഗ്നി കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. ആ ചങ്ങലയുടെ ഒക്കെ അവസ്ഥ എന്താണ്? അത് പല രൂപത്തിലാണ്. ചിലരെ അല്ലാഹു തആല റിങ് പോലെയാക്കും, ബാക്കിലേക്ക് വളക്കുന്നതാണ്. അങ്ങനെയാണ് സബാനിയാക്കൾ നരകത്തിലേക്ക് തള്ളുന്നത്. ചില ആളുകളുടെ കയ്യിലതാ ചങ്ങല, കാലിലതാ ചങ്ങല, ചില ആളുകളുടെ വായയിലൂടെ ചങ്ങല ഉള്ളിലേക്ക് ഇട്ടിട്ട് അഗ്നി കൊണ്ടുള്ള ചങ്ങല വായയിലൂടെ ഇട്ട് മലദൂരത്തിലൂടെ പുറത്തെടുക്കുന്നു. അത് ഭയങ്കര ഭീകരമാണ്. ഖുർആനിൽ തന്നെ അള്ളാഹു മറ്റൊരായത്തിൽ പറഞ്ഞില്ലേ, ഖുദൂഹു ഫഗുല്ലൂ സുമ്മൽ ജഹീമ സല്ലൂ സുമ്മ ഫീ സിൽസിലത്തിൻ ദർഉഹാ സബ്ഊന ദിറാഅൻ ഫസ്ലുകൂ. അള്ളാഹു സബാനിയാക്കളോട് പറയാണ്, അവനെ പിടിക്കൂ, എന്നിട്ട് ചങ്ങലയിൽ ബന്ധിക്കൂ, എന്നിട്ട് ജഹന്നം എന്ന നരകത്തിലേക്ക് അവനെ തള്ളൂ, 70 മുഴമുള്ള ചങ്ങലയിലേക്ക് അവനെ പ്രവേശിപ്പിക്കൂ. സുമ്മ ഫീ സിൽസിലത്തിൻ ദർഉഹാ സബ്ഊന ദിറാഅൻ ഫസ്ലുകൂ. ആ ചങ്ങല എന്ന് പറഞ്ഞാൽ 1 മുഴം എന്ന് പറഞ്ഞാൽ അത്ര ഉണ്ട്. 70 മുഴം ഈ മുഴ ഇക്കൊള്ളണമെന്നില്ല എന്നാണ്. എന്തായിരുന്നാലും അഗ്നിയുടെ ആ ചങ്ങല വായയിലൂടെ എടുത്തിട്ട് മലദ്വാരത്തിലൂടെ പുറത്തെടുക്കുന്നു. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നരകത്തെ പറ്റി നമ്മൾ അള്ളാഹുവോട് നല്ലോണം കാവൽ തേടണം. നേരത്തെ പറഞ്ഞില്ലേ അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വ മീകായീല വ ഇസ്രാഫീല വ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അജിർനീ മിനന്നാർ. അള്ളാഹുവോട് നമ്മൾ രാവിലെ തന്നെ ആ ചെരിഞ്ഞു കിടന്ന് കബറിൽ കിടക്കുന്നത് പോലെ ഒന്ന് കിടന്നിട്ട് ആ ഓർമ്മ വെച്ചിട്ട് പിന്നെ എങ്ങനെ നമ്മൾ പഴക്കുക? നമ്മൾ പറയുന്നത് ജിബ്രീൽ എന്ന മലക്കിന്റെ, മീകായിൽ എന്ന മലക്കിന്റെ, ഇസ്രാഫീൽ എന്ന മലക്കിന്റെ, പുണ്യനബിയുടെ അടക്കം റബ്ബായ അള്ളാഹുവേ നിന്നോട് ചോദിക്കുന്നു, നരകാഗ്നിയെ തൊട്ട് എന്നെ കാക്കണമേ. ഇതാണ് നമ്മൾ ദ്വാരിക്കുന്നത്. നരകാഗ്നിയെ തൊട്ട് കാക്കാനാ. ദുന്യാവിലെ തീ പോലും നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പൊ അള്ളാന്റെ തീ എത്ര ആയിരിക്കും? അതിന്റെ ഗൗരവം എത്ര? തീപിടുത്തുണ്ടാകുന്നു. ഇപ്പൊ നമ്മുടെ ജില്ലയിലൊക്കെ ഫർണിച്ചർ കടകൾക്ക് വേഗം തീ പിടിക്കുന്നുണ്ട്. അള്ളാഹു, എന്താണ് അതിന്റെ രഹസ്യം നമുക്കറിയില്ല. പക്ഷെ ആ തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാലുള്ള അവസ്ഥ ആലോചിച്ചു. കോഴിക്കോട് മിഠായി തെരുവിൽ തീപിടുത്തം ഉണ്ടായപ്പോൾ അവസ്ഥ എന്താ? കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ആളുകൾ ചാടാൻ തുടങ്ങി. നമ്മുടെ പള്ളിന്റെ 1-ാം നിലയിൽ നിന്ന് അടിയിക്ക് ഞാൻ നിങ്ങളോട് ചാടാൻ പറഞ്ഞാൽ 100 രൂപ തരാം, ഓരോരുത്തർക്കും ചാടിയാൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില കുട്ടികളൊക്കെ ഒന്ന് ചാടും. വലിയൊരു അധികം ആളുകളും ചാടാൻ തയ്യാറാവില്ല. കാലൊടിഞ്ഞാൽ ഒരുപാട് ചെലവ് വരും. വെറുതെ എന്തിനാ 100 വേണ്ടാന്നൊക്കെ. ചില വളവന്മാർ ഇനിയിപ്പോ അഥവാ കാലൊന്ന് വിളിക്കിയാൽ ഒരു 20 രൂപന്റെ കൊട്ടൻ ചുക്കാതി തൈലം വാങ്ങി തേച്ച് ബാക്കി 80 രൂപ ലാഭം ഉണ്ടാവും എന്ന് കരുതണ്ടോലുണ്ടാവും. എന്നാലും ചാടാൻ മടിയാവും. എന്നാൽ പള്ളിന്റെ മുകൾ ഭാഗത്ത് തീപിടുത്തണ്ടായി. അവിടെ നിൽക്കാൻ ഒരു നിലക്കും കഴിയൂല. ഒരു കുട്ടി മർമ്മം നോക്കി നിൽക്കൂല. എല്ലാവരും ചാടും. അതിന് റിഹേഴ്സൽ ആവശ്യമില്ല. ആ ചാട്ടത്തിന് എല്ലാവരും ചാടും. വല്ല ചാട്ടക്കാരനാകണമെന്നില്ല. എന്താ കാരണം? മോനേടാ ചാടിയ കാല് പൊട്ടുവോ? കാല് പൊട്ടിയാൽ ഉസ്താദെ ആശുപത്രി കിടക്ക, തീപ്പൊള്ളലേറ്റ കിടക്കാനും കഴിയൂല. ചാടും. തീ വലിയ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഒരു നിലക്കും ശിക്ഷ, കടുത്ത് വെട്ടുന്ന ശിക്ഷ ഇസ്ലാമിനുണ്ട്. തീ കൊണ്ട് ശിക്ഷിക്കാനുള്ള വകുപ്പ് ഇല്ല. ഇതിന്റെ ഗൗരവം കൊണ്ടാണ്. കോഴിക്കോട് മിഠായി തെരുവിൽ തീപിടുത്തുണ്ടായി പറയില്ലേ, മുകൾ നിലയിന്നൊക്കെ ആളുകൾ ചാടി. കാരണം ഒരു വഴിയില്ല. എത്ര ഫയർ എഞ്ചിനാണ് വന്നത്. രാജ്യത്തിന്റെ നാനാഭാഗത്തൊന്നും തീയണയുന്നില്ല. അവസാനം വിമാനത്തിന് തീ പിടിച്ചാൽ കെടുത്താനുള്ള സംവിധാനം കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് അതുകൂടി അങ്ങോട്ട് കൊണ്ടുപോകേണ്ടി വന്നു. എന്നിട്ടും എത്ര മണിക്കൂർ എടുത്തു? അഗ്നി അണഞ്ഞു കളയാൻ. തീ നമുക്ക് വേണ്ടതാ. അപകടമുണ്ടാക്കും. വൈദ്യുതിയെപ്പോലെ, വെള്ളത്തെപ്പോലെ ഇതൊക്കെ നമുക്ക് വേണ്ടതാണ്. പക്ഷെ അപകടമുണ്ടാക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എന്നാൽ നോക്കൂ സഹോദര, നരകത്തിന്റെ തീയ്, ഇവിടുത്തെ തീയ്
ഏറ്റവും വലിയ ചൂടെത്രയാ? അതിന്റെ 70 ഇരട്ടി ചൂടുള്ള അഗ്നി. അതാണ് അള്ളാഹു പറഞ്ഞത്, ഇന്ന ലദൈനാ അങ്കാലം വജഹീമ. ആ ജഹീം അതാണ്. ജഹീം എന്ന് പറഞ്ഞാൽ സാധാ തീയല്ല. ജഹീം എന്ന് പറയുന്നത് സാധാ തീയല്ല. അള്ളാഹു ഒരു ക്രൂരനാണെന്ന് തോന്നരുത്. അള്ളാഹ് പറഞ്ഞതുപോലെ ജീവിച്ചാൽ നമുക്ക് എത്ര പ്രതിഫലം അള്ളാഹു നൽകുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വലിയ വലിയ കൂലി കിട്ടാൻ. സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ സഞ്ചരിക്കുമ്പോൾ കടലിൽ ശക്തമായ കാറ്റും കോളും തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ഇഫ്രീത്തൻ കാറ്റിനോട് മഹാനവറുകൾ ആജ്ഞാപിച്ചൊന്ന് അടങ്ങാൻ വേണ്ടി. അതോടുകൂടെ കടൽ ശാന്തമായി. ജിന്നുകളെ അള്ളാഹു വഴിപ്പെടുത്തി കൊടുത്തിരുന്നു. ആർക്ക്? സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനിക്ക്. സുലൈമാൻ നബി ഇഫ്രീത്ത് എന്ന ജിന്നിനോട് പറഞ്ഞു, നീ കടലിലൊന്ന് മുങ്ങണം. ജിന്നുകളെ കൊണ്ട് നല്ല പണിയെടുപ്പിക്കുമായിരുന്നു. ഉടനെ തന്നെ ഇഫ്രീത്ത് എന്ന ജിന്ന് കടലിൽ മുങ്ങി. കടലിൽ മുങ്ങിയിട്ട് ജിന്നിന് പൊങ്ങുമ്പോ മനോഹരമായ ഒരു കുബ്ബയുമായിട്ടാണ് വന്നത്. കടലിന്റെ അടിയിൽ നിന്നൊരു കുബ്ബ. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അത്ഭുത പരതന്ത്രനായി. എന്തോ ഒരു മനോഹരമായ കുബ്ബ, മുത്തുകളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ട മനോഹരമായ കുബ്ബ, താഴികക്കുടം. എന്താണ് അതിന്റെ ഉള്ളിൽ എന്തുണ്ട്? പക്ഷെ ഉള്ളിലേക്ക് എങ്ങനെ കയറാനോ ഒരു വാതിലോ മറ്റോ കാണുന്നില്ല. ലോകം മടക്കി വരിച്ച സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവോട് ദുആ ചെയ്തു ഇതിന്റെ രഹസ്യമറിയാൻ. കടലിൽ മുങ്ങാൻ പറഞ്ഞപ്പം ജിന്ന് മുങ്ങിക്കൊണ്ടുവന്ന ഇതാണ്. പെട്ടെന്ന് അതിനൊരു വാതിൽ വരികയും തുറക്കപ്പെടുകയും ചെയ്തു. അതിന്റെ ഉള്ളിൽ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ. സുബ്ഹാനല്ലാഹ്, കടലിന്റെ അടിയിലുള്ള കുബ്ബ, അതിൽ ഒരു ചെറുപ്പക്കാരൻ. ഇത് കെട്ടുകഥയല്ല സഹോദര. സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തോട് ചോദിച്ചു, നീ മനുഷ്യനാണോ അതോ ജിന്നാണോ അതോ മലക്കാണോ? വെള്ളത്തിന്റെ അടിയിലാണല്ലോ. അദ്ദേഹം പറഞ്ഞു, ഞാൻ മനുഷ്യൻ തന്നെയാണ്. എന്തുകൊണ്ട് താങ്കൾക്ക് ഈ ഒരു അവസ്ഥ വന്നു എന്ന് ചോദിച്ചപ്പോ, ഇത് വല്ലാത്തൊരു അനുഗ്രഹമാണല്ലോ. സുന്ദരമായിട്ട് അദ്ദേഹം നല്ല ചോർക്കൽ, നല്ല സുഖമായിട്ട് അതിൻ്റെ ഉള്ളിൽ. അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ അകപ്പെടാനുള്ള കാരണം എന്റെ ഉമ്മാന്റെ പ്രാർത്ഥനയാണ്. ഞാൻ എന്റെ ഉമ്മാക്ക് സുഖമില്ലാതെ കടന്നപ്പോ ഞാൻ എന്റെ ഉമ്മയെ ശരിക്കു നോക്കി. പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ കുട്ടികളെ എടുക്കുന്നത് പോലെ എന്റെ ഉമ്മയെ എടുത്തുകൊണ്ടാണ് പോയിരുന്നത്. അദ്ദേഹം പറയാണ്, അപ്പൊ എന്റെ ഉമ്മാക്കിനോട് ഭയങ്കര സ്നേഹമായിരുന്നു. എന്റെ ഉമ്മ ദുആയിരുന്നു. ആ ദുആണ്ട് കിതാബിൽ ശരിക്ക് കാണാം, തഫ്സീറിൽ കാണാം. ആ ഉമ്മ ദുആരുന്നത്, പടച്ചോനെ എന്റെ മകൻ ഇങ്ങനെ നോക്കുന്നതിന് പകരമായിട്ട് എന്റെ മകന്, ഞാൻ മരിച്ചതിന്റെ ശേഷം എന്റെ മകന് ഭൂമിയിലും ആകാശത്തുമല്ലാത്ത ഒരിടത്ത് നീ സ്ഥാനം നൽകണമേ. അങ്ങനെയാണ് അദ്ദേഹം കടലിൽ അകപ്പെടുകയും ഈ കുബ്ബന്റെ ഉള്ളിൽ എത്തുകയും. ഭയങ്കര സുഖമാണ് അതിന്റെ ഉള്ളിൽ അദ്ദേഹത്തിന്, ബുദ്ധിമുട്ടാകല്ല. ഉമ്മാന്റെ പ്രാർത്ഥന, ഭൂമിയിലും ആകാശത്തുമല്ലാത്ത ഇടം നൽകണേന്നാണ് വരുന്നത്. സമുദ്രം ഭൂമി തന്നെയാണെങ്കിലും ഭൂമിയുടെ ഉപരിതലത്തിൽ സാധാരണ ജീവിക്കുന്നത് പോലല്ലോ സമുദ്രത്തിന്റെ അടിയിൽ. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അത്ഭുതത്തോടുകൂടെ ചോദിച്ചു, നിങ്ങൾക്ക് ഭക്ഷണത്തിന് എന്താ ചെയ്യാറെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഭക്ഷണം, ഞാൻ ആവശ്യം വരുമ്പോഴേക്ക് എനിക്ക് ഭക്ഷണം എന്റെ മനസ്സിലേക്ക് വരുന്നതോടുകൂടെ ഭക്ഷണം വേണം എന്ന് എനിക്ക് തോന്നിയാൽ ഉടനെ ഇതിന്റെ ഉള്ളിൽ നിറയെ പഴങ്ങൾ വരും. എനിക്കിഷ്ടം പോലെ പഴങ്ങൾ. രാത്രിയും പകലും താങ്കൾ മനസ്സിലാക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, രാത്രിയാകുമ്പോൾ ഈ കുബ്ബയുടെ കളറ് കറുപ്പായി മാറും. സൂര്യൻ ഉദിക്കലോടുകൂടെ ഈ കുബ്ബയുടെ കളറ് വെള്ളയായിട്ട് മാറും. അപ്പൊ ഭൂമിയിൽ ഇപ്പൊ പകലാണ് രാത്രിയാണ് എന്നെനിക്ക് തിരിച്ചറിയാൻ കഴിയും. ഒരു ഉമ്മാന്റെ ഒറ്റ പ്രാർത്ഥന, ഉമ്മാനെ ശരിക്കൊന്ന് നോക്കിയതാ. അള്ളാഹു താല ദുന്യാവും തന്നെ ഈ മഹത്തായ ഒരു അനുഗ്രഹം കൊടുത്തതെന്നാണ്. അദ്ദേഹം ആ കുബ്ബയുടെ ഉള്ളിലേക്ക് കയറി അതിന്റെ കവാടം മടഞ്ഞു. വൈഫ്രീത്ത് നേരെ അത് കടലിലേക്ക് എത്തിച്ചു കൊടുത്തു എന്നാണ്. ഇപ്പോ അള്ളാഹു അലം എന്താണ് അവസ്ഥ? ബർസഖിയായ ലോകത്ത് സുലൈമാൻ നബിയുടെ സമുദായത്തിൽപ്പെട്ട ആ ചെറുപ്പക്കാരൻ ഇപ്പൊ നല്ല റാഹത്തായ അവസ്ഥയിലായിരിക്കും. എത്ര കാലായി? അവൻ മരിച്ചാലാ സുഖം, മുഅ്മിനീങ്ങൾക്ക് മരിച്ചാലാ സുഖം. ഇവിടെ കുറെ ബുദ്ധിമുട്ടുണ്ട്, ജോലിക്ക് പോകണം, അവിടെയാണ്. അതിന്റെ അടി തലവേദന, പനി വന്നാൽ അങ്ങനെ പ്രശ്നം. എന്താ ദുന്യാവിലെ അവസ്ഥ? കരിയാണല്ലോ. വിദേശത്തൊക്കെ അത് കേൾക്കുന്ന സഹോദരങ്ങൾ ചിന്തിക്കണം, എത്ര ഇടങ്ങേറായിട്ടാ വിദേശത്ത് പോയത്, എന്താ പ്രതീക്ഷ? എന്നാ നമ്മൾ മരിച്ചാൽ ഈമാൻ കിട്ടിയാലോ, ഓ എന്തോ ഒരു സന്തോഷം, എന്തൊരു റാഹത്ത്. നമ്മൾ ചെയ്ത ചില ചെറിയ കാര്യങ്ങൾക്ക് ഇവരെ അള്ളാഹു വലിയ പ്രതിഫലം നൽകുക. അപ്പൊ ഈ ഇന്നലദൈന അങ്കാലം വ ജഹീമ എന്ന് കേൾക്കുമ്പോ എന്ത് കരുതരുത്, അള്ളാഹു ക്രൂരനാണെന്ന് കരുതണ്ട. ദാവൂദ് നബി അലൈഹിസ്സലാം നാളെ പരലോകത്തെ നീതിയുടെ തുലാസ് എങ്ങനെയാണെന്ന് ചോദിച്ചു. വിശുദ്ധ ഖുർആനിലെ അംബിയാ സൂറത്തിൽ അള്ളാഹു ആ തുലാസിനെ പറ്റി പറയുന്നുണ്ട്. വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഖിയാമത്ത് നാളിൽ നീതിയുടെ തുലാസിനെ നാം ഹാജരാക്കുന്നതാണ്. അള്ളാഹു ഖുർആനിൽ പറയാൻ, നീതിയുടെ ഒരു തുലാസ് നാം കൊണ്ടുവരും.
ദാവൂദ് നബി അല്ലാഹുവോട് ദുആയിരുന്നു, പടച്ചവനെ ആ തുലാസൊന്ന് കാണിച്ചു തരുമോ? ദാവൂദ് നബിക്ക് അല്ലാഹു ആ തുലാസിന്റെ കോലം കാണിച്ചു കൊടുത്തപ്പോ ദാവൂദ് നബിക്ക് തോന്നി തുലാസിന്റെ 2 തട്ടുകൾ, അതിൽ ഒരു തട്ട് തന്നെ മശ്രിക്കിന്റെയും മഗ്രിബിന്റെയും ഇടയിലുള്ള ദൂരമുണ്ട്, വലിപ്പമുണ്ട്, കിഴക്കും പടിഞ്ഞാറുമുള്ള അകലമുണ്ട്. ദാവൂദ് നബി അത്ഭുതത്തോടുകൂടെ അല്ലാഹുവോട് ചോദിച്ചു, അല്ലാഹുവേ, എങ്ങനെയാണ് നന്മകൾ ചെയ്ത ആ തുലാസിലൊക്കെ നിറയുക? ആ സമയത്ത് ദാവൂദ് നബിയോട് അല്ലാഹു പറഞ്ഞു, ദാവൂദ്, എന്റെ ഒരു അടിമ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു കാരക്ക കൊണ്ട്, ഒരൊറ്റ കാരക്ക കൊണ്ട് ആ ഒരു ഫലം അയാൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ നബി പറഞ്ഞത്, ഒരു കാരക്കന്റെ ചീന്ത് കൊണ്ടും നരകാഗ്നിയെ നിങ്ങൾ കാത്തോളൂ. ഒറ്റ കാരക്കൊണ്ട് കിട്ടുന്നതാണ്. അപ്പൊ ഒരു നന്മയെയും ചെറുതാക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു നന്മയെയും ചെറുതാക്കാൻ പാടില്ല. ഇപ്പൊ മസലൻ നമ്മുടെ വീട്ടിലേക്ക് ഒരു പിരിവുകാരൻ വന്നു, വെള്ളം തരുമെന്ന് ചോദിച്ചു. മൈൻഡ് ചെയ്യണം, കുറച്ച് വെള്ളം കൊടുത്തു. നമ്മള് തട്ടിപ്പൊന്നുമല്ലല്ലോ. തട്ടിപ്പാണെങ്കിൽ വിടാനും പാടില്ല. തട്ടിപ്പല്ലെങ്കിൽ അയാൾ കുറച്ച് വെള്ളം ചോദിച്ചു, കുറച്ച് കഞ്ഞിവെള്ളമാണ്, ജസ്റ്റ് കുറച്ച് കഞ്ഞിവെള്ളം കൊടുത്തു. നമ്മൾ അത്ര വലിയ വിഷയമായി കൂട്ടൂല, എത്ര കഞ്ഞിവെള്ളം. സഹോദര, നാളെ പരലോകത്ത് വിജയിക്കേണ്ടത് കാരണവും ഒരു ചെറുതിനെയും നമ്മൾ എന്താകരുത്, തള്ളരുത് എന്നാണ്. അപ്പൊ അള്ളാഹു താല ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമുക്ക് വലിയ പ്രതിഫലം നൽകുകയാണ്. അള്ളാഹു കാരുണ്യവാനാ. പക്ഷെ റബ്ബിനെ ധിക്കരിച്ച് അവിശ്വാസിയായി വല്ലാതെ കളിച്ചാല് അള്ളാഹു പൂട്ടും. അതാണ് അള്ളാഹ് പറയുന്നത്. ചങ്ങല നാം ഒരുക്കി വെച്ചിട്ടുണ്ട്, ജഹീമും. കഴിഞ്ഞില്ല, തൊണ്ടയിൽ കുടുങ്ങിപ്പോകുന്ന ആഹാരം നാം ഒരുക്കി വെച്ചിട്ടുണ്ട്. തൊണ്ടയിൽ കുടുങ്ങിപ്പോകുന്ന ആഹാരം എന്ന് പറഞ്ഞാൽ ഖുർആൻ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ 3 രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് സഖൂം, ഒന്ന് സഖൂം, അതാണ് ആഹാരം. ആഹാരത്തിന്റെ പേരാണത്, സഖൂം. രണ്ടാമത്തത് ലരീർ, മൂന്നാമത്തത് അസ്ലീം. ഇതാണ് ആഹാരം എന്നാണ്. ഒരു തരം ചെടിയാണ്, മുള്ളുണ്ട്. 4 കാലികൾ പോലും അടുക്കൂല, അത്ര വൃത്തികെട്ടതാ 4 കാലികൾ. 4 കാലുള്ള ജന്തുക്കൾ ഏതൊക്കെ വേസ്റ്റില് കൊത്തി വലിക്കുന്നുണ്ട്. ശവങ്ങൾ വലിക്കുന്നില്ലേ സഹോദര? ശവങ്ങൾ കൊത്തി വലിക്കണില്ലേ? ഇത് നമ്മൾ കാണുന്നില്ലേ? ഒരു വലിയ പ്രശ്നമുണ്ടോ? നമ്മൾ വലിച്ചെറിഞ്ഞ റോഡിന്റെ സൈഡിലൊക്കെ വേസ്റ്റ് വലിച്ചെറിയലുണ്ട്. ഭയങ്കര തെറ്റാണ്, കടുത്ത കുറ്റാണത്. ഇത് ചെയ്യരുത്. കള്ളുടിക്കൽ മാത്രമല്ല തെറ്റ്, അതുപോലെ മഹാ തെറ്റാണത്. കോഴിന്റെയൊക്കെ വേസ്റ്റ് റോഡിലൊക്കെ എത്ര മോശം, എത്ര യാത്രക്കാർ പ്രാകും. അതൊക്കെ ഏൽക്കേണ്ടി വരും സഹോദര. എന്നാൽ അതൊക്കെ കടിച്ചു വലിക്കുന്ന 4 കാലികളുണ്ടല്ലോ, അവർക്കതൊരു പ്രശ്നമില്ല. എന്നാൽ ആ 4 കാലികൾ ഇപ്പൊ അങ്ങനെ നമ്മൾ വല്ലാതെ ചിന്തിച്ചാൽ ഇടങ്ങാറാവും. ഇപ്പൊ കോഴിയൊക്കെ നമുക്ക് നല്ല ഇഷ്ടം. നമ്മളിപ്പോ വീട്ടിലൊരു കോഴിനെ വളർത്തുന്നുണ്ടെങ്കിൽ ആ കോഴി എവിടൊക്കെ കൊത്തി അല്ലേ, കാഷ്ടത്തിലും അത് കൊത്തും. നല്ല വിറ്റാമിനാ. കോഴിയെല്ലാം തടിച്ചതിന്റെ കുറകൊക്കെ ഉഷാറാവും. തിന്നുമ്പോ നമുക്ക് ആ ഓർമ്മയൊന്നും ഉണ്ടാവില്ല എന്ന് കരുതി കോഴിന്റെ കുറകിൽ കോഴി തിന്ന കാഷ്ടത്തിന്റെ മണം വരൂല. നമ്മളിപ്പോ വീട്ടിൽ 5 മക്കളുണ്ട്. 5 മക്കളോടും ഒരു തെങ്ങിന്റെ ചോട്ടിൽ മൂത്രമൊഴിക്കാൻ പറഞ്ഞു, തെങ്ങ് ഉഷാറാട്ടെ എന്ന് കരുതി ഇളനീരിട്ട് വെട്ടിയാല് മൂത്രത്തിന്റെ ചോയ ഉണ്ടാവില്ല. എനിക്കത് വേണ്ടെന്ന് നമ്മൾ പറയലുണ്ടോ? ഇല്ല. ഒരു പയറൊക്കെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ അതിന് ചാണകട്ട് കൊടുക്കുന്നുണ്ട്, കാഷ്ടാളോ അത് എന്ന് കരുതി ഉപ്പേരിക്ക് ആ മണമോ രുചിയോ വരാറില്ല. അത് പടച്ചോ നമുക്ക് തന്ന ഒരു നിയമത്താണ്. എന്തായിരുന്നാലും 4 കാലികൾ പോലും അടുക്കാത്ത ഒന്നാണ് ലരീൾ, സഖൂം. അറേബ്യൻ കടലോര പ്രദേശങ്ങളിൽ ഒരു ചെടി ഉണ്ടായിരുന്നു, അത് കയ്പ് രുചിയായിരുന്നു. സഖൂം എന്നായിരുന്നു അറബികൾ അതിനെ വിളിച്ചിരുന്നത്. അതേ പേരാണ് നരകത്തിന്റെ അടിയിൽ നിന്ന് മുളച്ചു വരുന്ന ആ സസ്യത്തിന്. തീരാണ് മുളക്കുന്നത്. അതിന് കഴിക്കുന്ന സമയത്ത് തൊണ്ടയിൽ കുടുങ്ങിപ്പോ. അപ്പോഴാണ് ചുടുവെള്ളം കൊടുക്കുക. എന്നിട്ട് അത് ഉള്ളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ തിളച്ചു മറിയുന്ന ആ ഭാഗം സൂറത്ത് ദുഹാനിൽ അള്ളാഹു പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്ന ശജറത്തൽ സഖൂം തുആമുൽ ലസീം കൽമുഹ്ലി യഗ്ലി ഫിൽ ബുതൂൻ കഗലിൽ ഹമീം ഖുദൂഹു ഫഅ്തിലൂഹു ഇലാ സവാഹിൽ ജഹീം ഇലാ സവാഇൽ ജഹീം സുമ്മ സുബ്ബൂ ഫൗക റഅസിഹി മിൻ അദാബിൽ ഹമീം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. സുബ്ഹാനല്ലാഹ്, എത്ര ഗൗരവമുണ്ട്. എല്ലാ ദിവസവും പുണ്യനബി ഓതാൻ പഠിപ്പിച്ച സൂറത്തു ദുഹാൻ, എല്ലാ ദിവസവും അല്ലാഹുവിന്റെ തിരുദൂതർ ഓതാൻ പഠിപ്പിച്ച സൂറത്തു ദുഹാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നതാണ്. എല്ലാ ദിവസവും കൃത്യമായി ഓതേണ്ട 7 ഹാമീമുകൾ. അൽ ഹവാമീമു സബ്ഉൻ
അബ്വാബുന്നാരി സബ്ഉൻ. ഹാമീം സൂറത്തുകൾ 7 എണ്ണമാണ്. നരകത്തിന്റെ വാതിലുകളും 7 എണ്ണമാണ്. മുത്തുനബി പറഞ്ഞു 7 ഹാമീം സൂറത്തുകൾ ഒരാൾ കൃത്യമായി ഒരാൾ ഓതിയാൽ അവനിക്ക് വേണ്ടി ഓരോ ഹാമീമുകളും നരകത്തിന്റെ 7 വാതിലിന്റെ മുന്നിലും സ്ഥാനം പിടിക്കും. ഓതിയ ആളെ രക്ഷപ്പെടുത്താനെന്നാണ്. 7 ഹാമീം സൂറത്തുകളുണ്ട്. ഖുർആനിൽ വഴിക്ക് വഴി അവന്റെ പഴക്കല്ല. അതിൽപ്പെട്ട ഒരു ഹാമീം സൂറത്താണ് സൂറത്തു ദുഹാൻ. അതിന്റെ തുടക്കം അങ്ങനെയാണ്, ഹാമീം. ഹാമീമുകളെ കൊണ്ട് തുടങ്ങുന്ന 7 അധ്യായങ്ങളുണ്ട്, 7 സൂറത്തുകളുണ്ട്. 7 സൂറത്തുകൾ ഹാമീമുകളെ കൊണ്ട് തുടങ്ങുന്ന 7 സൂറത്തുകളുണ്ട്. അതിൽ ഒരു സൂറത്താണ് സൂറത്തു ദുഹാൻ. ആ ദുഹാനിൽ അല്ലാഹു തആല സഹോദരായി നരകത്തിന്റെ ഭീകരത പറയുന്നത് ഇന്ന ശജറത്ത സഖൂം, തീർച്ചയായിട്ടും സഖൂം എന്ന് പറയുന്ന വൃക്ഷം, ത്വഅമുൽ അസീം, അത് മഹാപാപികൾക്കുള്ള ആഹാരമാകുന്നു. കൽമുഹുൽ, അത് ഉരുകിയ ലോഹം പോലെയായിരിക്കും. യഗ്ലീ ഫിൽ ബുത്തൂൻ, അത് വയറ്റിന്റെ ഉള്ളിൽ കടന്ന് തിളച്ചുമറിയും. ഏതുപോലെ? കഗലിൽ ഹമീം, ചുട്ട് തിളക്കുന്ന വെള്ളം തിളച്ചുമറിയുന്ന പോലെ സഖൂം അവന്റെ വയറ്റിൽ കടന്ന് തിളച്ചുമറിയുന്നതാണ്. എന്നിട്ടോ കഴിഞ്ഞില്ല. അള്ളാഹു സബാനിയാക്കളോട് പറയും, മലക്കുകളോട് പറയും, ഖുദൂഹു, അവനെ പിടിച്ചോളൂ, ഫഅ്തിലൂഹു ഇലാ സവാഇൽ ജഹീം, ജഹീം എന്ന നരകത്തിന്റെ മധ്യത്തിലേക്ക് അവനെ വലിച്ചഴക്കൂ. എന്നിട്ടോ സുമ്മ സുബ്ബൂ ഫൗക റഅസിഹി മിൻ അദാബിൽ ഹമീം, ചുട്ട് തിളക്കുന്ന വെള്ളമാകുന്ന ശിക്ഷയെ അവന്റെ ശിരസിലേക്ക് ഒഴിച്ചു കൊടുക്കൂ എന്ന് സബാനിയാക്കളോട് അള്ളാഹു കൽപ്പിക്കുന്നതാണ്. സൂറത്ത് ദുഹാനിൽ അള്ളാഹു പറയാണ്, ഇത് ശിക്ഷയുടെ മേൽ ശിക്ഷയാണ്. സുബ്ഹാനല്ലാഹ്. നോക്കൂ, ഇപ്പൊ നമ്മൾ ഓതി വെച്ച ആയത്തിൽ പറയുന്നത് മുസമ്മിൽ സൂറത്തിൽ അള്ളാഹു പറയാണ്, തൊണ്ടയിൽ കുടുങ്ങിപ്പോകുന്ന തങ്ങി നിൽക്കുന്ന ആഹാരം നാം ഒരുക്കി വെച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് വാടാൻ. അതിന്റെ വ്യാഖ്യാനം സൂറത്തു ദുഹാനിൽ അല്ലാഹു പറയുന്നത് ഏതാണ് ആ ആഹാരം? ഇന്ന ശജറത്ത സഖൂം ത്വഅമുൽ അസീം, മഹാപാപികൾക്കുള്ള ആഹാരം അതാണ് സഖൂം എന്ന് പറയുന്നത്. എന്നിട്ടോ അതിന്റെ അവസ്ഥ പറയുന്നത് അത് ഏതുപോലെയാണ്? ലോഹം ഉരുകിയാൽ എന്താ? ഇരുമ്പ് ഫാക്ടറികളുടെ അവസ്ഥ ആലോചിച്ച് നോക്ക്. നമ്മൾ പഴയ ഇരുമ്പുകളൊക്കെ കൊണ്ടുപോകുന്നുണ്ടല്ലോ, അത് പുതിയ ഇരുമ്പായിട്ട് വരുന്നുണ്ട്, അത് ഉരുക്കുന്നുണ്ട്. അതിന്റെ ആ അഗ്നിയിൽ അത് ഉരുക്കുന്ന രംഗൊന്ന് ആലോചിച്ച് നോക്കും. അതിലൊരാളിട്ടാലുള്ള അവസ്ഥ, അതിലേക്കൊരാൾ വീണുപോയാലുള്ള അവസ്ഥ ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ല. കഴിയുന്നില്ല. അടുപ്പിൽ നമ്മുടെ കയ്യ് മെഴുകുതിരി കത്തുമ്പോ ഒന്ന് കയ്യിലേക്ക് ഉറ്റ് വീണാൽ പോലും സഹിക്കാൻ കഴിയുന്നില്ല. ഒരു തീപ്പൊരിയിൽ അറിയാതെ നമ്മളൊന്ന് ചവിട്ടിയാൽ ചെരുപ്പ് പാദരക്ഷ കാലിലില്ലെങ്കിൽ അതുപോലെ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എങ്കിൽ ഉരുകിയ ലോഹം പോലെ അത്രക്കും മാരകമായ ചൂടുള്ള യഗ്ലീ ഫിൽ ബുത്തൂൻ, വയറ്റിന്റെ ഉള്ളിൽ കടന്നതിങ്ങനെ തിളച്ചുമറിഞ്ഞുകൊണ്ടിരിക്കും. വേറെ ആയത്തിൽ പറയുന്നത് തിന്ന് ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഫഖത്തഅ അംആഅഹും, അവന്റെ കുടലുകളെ അതിങ്ങനെ കഷ്ണമാക്കുമെന്നാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഒരു 3 സ്വലാത്തല്ലേ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അള്ളാഹു നമ്മളെ സ്വലാത്തിന്റെ ഹക്ക് കൊണ്ട് കാത്തുരക്ഷിക്കുമാറാവട്ടെ. നല്ലൊരു വഴിയാണ് ഈ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാൻ. പുണ്യനബിയുടെ മേലിൽ സ്വലാത്തിനെ അധികരിപ്പിക്കണമെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇതാണ് നമ്മളെ എപ്പോഴും നരകത്തെ തൊട്ട് കാക്കണം എന്ന് പറഞ്ഞത്. നരകത്തെ തൊട്ട് കാവൽ തേടണമെന്ന് പറയാനുള്ള കാരണത, സ്വർഗം ഉറപ്പായ തിരുദൂതർ പോലും വളരെയധികം വിഷമത്തോടുകൂടെ ഈ നരകാഗ്നിയിൽ നിന്ന് എപ്പോഴും കാവൽ തേടുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. കഴിഞ്ഞില്ലല്ലോ സഹോദര, ഈ രൂപത്തിലുള്ള ശിക്ഷ നമുക്ക് നരകത്തിൽ നിന്ന് തന്നിട്ട് പിന്നെ പറയുന്നത് നരകത്തിന്റെ മധ്യത്തിലേക്ക് അവനെ വലിക്കൂന്നാണ്. ഖുദൂഹു ഫഅ്തിലൂഹു ഇലാ സവാഇൽ ജഹീം. നരകത്തിന്റെ മധ്യഭാഗത്താവുമ്പോൾ കുറച്ച് ചൂട് കൂടുതലുണ്ടാവും. അങ്ങോട്ട് വലിച്ചടക്കാൻ വേണ്ടി മലക്കാരോട് പറയാണ്, ഇല്ല ഞാൻ ഓരോ ഏരിയയും പ്രശ്നമാണ്. ഒരു ഏരിയയിൽ നിൽക്കുമ്പോൾ ഓൻ പറയത്രേ, പടച്ചോൻ എന്നെ അന്ന് അങ്ങോട്ടാക്കൂന്ന്. അവിടെ ആക്കിയ വലിയ രക്ഷയുണ്ടോ? ഇല്ല, തോന്നാണ് അവിടെ ആക്കിയ രക്ഷയുണ്ട്. നമുക്ക് ദുന്യാവുന്ന വലിയ രോഗം വേദനയൊക്കെ വരുമ്പോണ്ടല്ലോ, ആ മരുന്നൊന്ന് കുടിച്ചോക്കെ, ഈ മരുന്നൊന്ന് കുടിച്ചോക്കെ, ഒന്നും ഫലം ചെയ്യാത്ത അവസ്ഥ വന്ന് ഇവിടതാ. എന്നിട്ട് മാത്രല്ല പിന്നെ പറയുന്ന എന്താ അറിയോ, ഇപ്പൊ ഉള്ള ആകെ തീയ,
ഉള്ളാകെ തീയാണ്. അള്ളാഹു പറയുന്നത് സുമ്മ സുബ്ബൂ ഫൗക റഅ്സിഹി മിൻ അദാബിൽ ഹമീം, ചുട്ടുതിളക്കുന്ന ചുട്ടുതിളക്കുന്ന ശിക്ഷയാകുന്ന ആ വെള്ളത്തെ അവന്റെ ശിരസിലേക്ക് ഒഴിച്ചു കൊടുക്കൂ എന്നവർ പറയും. അള്ളാഹു പറയുന്നു, മലക്കാളോട് പറയും, സഹിക്കാൻ കഴിയോ? ഗോണ്ടനാമോയിലെ തടവറയിൽ പീഡിപ്പിക്കപ്പെടുന്ന സഹോദരങ്ങൾ, അമേരിക്കയിലെ ബ്ലാക്ക് സൈറ്റ് എന്ന പേരിൽ ഒരുപാട് രഹസ്യ കേന്ദ്രങ്ങളിൽ മുസ്ലിം ചെറുപ്പക്കാരെ നിരപരാധികളെ പിടിച്ച് ശിക്ഷിക്കുന്നുണ്ട്. എന്താ? തീവ്രവാദികളാണെന്ന് മുദ്ര കുത്തിയിട്ട്. എന്താ അവർക്കുള്ള ശിക്ഷന്റെ രൂപം എന്നറിയങ്ങൾ? ഒരു മരത്തിന്റെ പലകയിൽ കിടത്തിയിട്ട് മുഖത്തൊരു നല്ലൊരു മുണ്ടിട്ട് അനങ്ങാൻ കഴിയാതെ കിടത്തിയിട്ട് തലയിലേക്ക് വെള്ളം ഇങ്ങനെ ഒഴുക്കാണ് മുഖത്തിലേക്ക്. ചുടുവെള്ളമല്ല, സാധാ വെള്ളം. താങ്ങാൻ കഴിയുന്നില്ല മണിക്കൂറുകളോളം. നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മൾ മേലേക്ക് വെള്ളം പാരുമ്പോൾ വേഗം മുഖം തുടക്കേണ്ടി വരും. മുഖം തുടക്കാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോൾ ചെറിയ കുട്ടികളെ കുളിപ്പിക്കുമ്പോൾ കണ്ടിട്ടില്ല നിങ്ങൾ അവർ കരയുന്നത്? തലയുടെ വെള്ളം ഒഴിച്ചാൽ ശ്വാസം കിട്ടാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് മുഖം വേഗം തുടക്കുകയാണ്. എന്നാൽ നമ്മുടെ സഹോദരങ്ങളെ പീഡിപ്പിക്കുന്നതിന്റെ ഒരു രംഗമാണ് സഹോദര, മണിക്കൂറുകളോളം വെള്ളം മുഖത്തേക്കൊഴിക്കുക. ഇവർക്ക് വെള്ളത്തിൽ മുങ്ങിത്താകുന്നത് പോലെ അനുഭവപ്പെടും. ആ സന്ദർഭത്തിൽ അനങ്ങാൻ കഴിയാതെ പലകയിലേക്ക് കയ്യും കാലും ബന്ധിച്ചിട്ടാണ് തണുത്ത വെള്ളം അവരുടെ മുഖത്തേക്ക് അങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ആനന്ദം കൊള്ളാണ്. ആളും മരിക്കാൻ തോന്നിപ്പോ എന്നിട്ട് മരിക്കൂല, ആ ഒരു രൂപത്തിൽ ഇടങ്ങേറാക്കുക. ഇത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല. എന്നാൽ ചുട്ട് തിളക്കുന്ന വെള്ളം സുമ്മ സുബ്ബൂ ഫൗക റഅ്സിഹി എന്ന് പറഞ്ഞ രംഗം ആലോചിച്ച് നോക്കൂ. നമ്മുടെ ശിരസിലേക്ക് ചൂട്ട് തിളക്കുന്ന വെള്ളം വരും. ആ വെള്ളമൊക്കെ ഇന്നിപ്പോ നമ്മുടെ തലയിലേക്ക് വന്നാൽ തല കാണില്ല. അള്ളാന്റെ തിരുദൂതർ വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ മരണമില്ല. ഇതൊക്കെ ഒന്ന് ആലോചിക്കണം നമ്മൾ. എങ്ങനെയാണ് പറഞ്ഞാലും പേടി ഇങ്ങോട്ട് വരുന്നില്ല. ഈ പേടി വരുമ്പോഴാണല്ലോ തെറ്റുകൾ തിരുത്തലും തെറ്റിലേക്ക് പോകാതിരിക്കലും തൗബ ചെയ്യലും നല്ലത് ഒഴിവാക്കാതിരിക്കലും നിർബന്ധം എന്തായിരുന്നാലും ചെയ്യൂലേ. ഈ പേടി വേണം. ഇത് നമ്മളോട് ഓർക്കണം സഹോദര, ഓർക്കണം. ഇതിനിപ്പോ ഇസ്രാഫിലെന്ന മനക്ക് രണ്ടാമൂത്ത് വേണമെന്നില്ല. ഇത് ഞാനുങ്ങളും മരിച്ചത് മുതലാണ് ആരംഭിക്കുകയാണ്. ആകസ്മികമായ ദുരന്തങ്ങളും മരണങ്ങളും ഓരോ ദിവസവും നമ്മൾ കേൾക്കുകയാണ്. ഓരോ ദിവസം കേൾക്കുന്നില്ലേ? നമ്മളൊക്കെ അങ്ങനെ പോകേണ്ടവരാണ്. എത്ര ചെറുപ്പക്കാരാണ് പത്രം കിട്ടിയ ഒരു പേജ് അല്ലെ വേർപാട് നീക്കി വെച്ചിരിക്കുകയാണ്. ചരമത്തിന്റെ കോളാണ്. എത്ര ഫോട്ടോകൾ നമ്മുടെ കണ്ണിലങ്ങനെയാണ് പോകുന്നു. നമ്മൾ മൈൻഡ് ചെയ്യുന്നുണ്ടോ? അവരവസ്ഥ എന്താ ഖബറിൽ? ആരെങ്കിലും അറിയുന്നുണ്ടോ? ഗൾഫിൽ പോയതാണെങ്കിൽ ഒരു ദിവസം ഒരു വിളി വന്നില്ലെങ്കിൽ നമ്മുടെ മക്കൾ പോയാൽ പണ്ടൊക്കെ കത്തായിരുന്നു. ഇന്ന് വിളി ആയതുകൊണ്ട് ഒരു ദിവസം ഒരട്ടയിലും വിളിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് സമാധാനമില്ല. മറവ് ചെയ്തു പോന്നാൽ മോൻ മരിച്ചിട്ട് ഇപ്പൊ ഒന്നൊക്കെ ഒരാഴ്ചയായി, എന്തായാ ഒരു വിവരം കിട്ടിയില്ല, ആരും അറിയുന്നില്ലല്ലോ. സങ്കടക്കണ പോയി കരച്ചിലും പിടിച്ചിലൊക്കെ പോയി സാവകാശം ചിരിയിലേക്കും കളിയിലേക്കും വരല്ലേ. ഭർത്താവ് മരിച്ചു, കുറച്ച് ദിവസമൊക്കെ ഭയങ്കര പ്രയാസമുണ്ട്, മെല്ലെ സന്തോഷത്തിലേക്ക് വരിക. ഭാര്യ മരിച്ചു, ഭയങ്കര വിഷമത്തിലായിരുന്നു, കുറച്ച് ദിവസമൊക്കെ കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സങ്കടവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. മെല്ലെ സാവകാശം മറ്റൊരു വിവാഹത്തിലേക്ക് പോവാണ്. മറന്നുപോയി അവിടെ കിടക്കുന്ന ആൾക്കാരവസ്ഥ. നമ്മൾ അറിയാറില്ല. ചിന്തിക്കണം. എന്നിട്ട് നമ്മൾ ഭാര്യമാർക്ക് വേണ്ടി തെറ്റെയ്യാണ്, ഭർത്താക്കന്മാർക്ക് വേണ്ടി ഭാര്യമാരെ തെറ്റെയ്യാണ്, മക്കൾക്ക് വേണ്ടി ചില അഡ്ജസ്റ്റ്മെന്റുകൾക്ക് നമ്മൾ തയ്യാറാകാണ്. ഈ മക്കൾ ഉണ്ടാകുമോ രക്ഷപ്പെടുത്താൻ? ഈ ഭാര്യ ഉണ്ടാകുമോ സഹോദര? ആരുണ്ടാവില്ല. അവരൊക്കെ വിഷയം വിടും. നമ്മളെ കാര്യം തന്നെ നോക്കണം. ഇനിയിപ്പോ നമ്മൾ മക്കളൊക്കെ ചെയ്താലും എത്ര ഉണ്ടാവും? വാപ്പാർക്ക് ദ്വാരക്കുന്നുണ്ട്, വല്ലിപ്പാക്കും ദ്വാരക്കും. വല്ലിപ്പാന്റെ അപ്പാനെ ഓർക്കുന്നുണ്ടോ? വല്ലിപ്പാന്റെ അപ്പാന്റെ പേരറിയോ നമുക്ക്? വല്ലിപ്പാന്റെ ഉപ്പാന്റെ പേര് എന്തായിരുന്നാലും അറിയില്ല. അതാണ് ഇതിന്റെ അവസ്ഥ. കുറച്ചൊക്കെ ബോധമുണ്ടെങ്കിൽ സ്വന്തം വാപ്പാരൊക്കെ ഒന്ന് ഓർക്കും, വല്ലിപ്പാനെ പരിചയം വല്ലിപ്പാനെ ഓർക്കും. അല്ലെങ്കിൽ ദുആയിൽ പോലും ഉൾപ്പെടുത്താത്ത അവസ്ഥ വന്നില്ലേ? അതുകൊണ്ടാണ് സഹോദര ഞാൻ പറയുന്നത്, എന്റെ സഹോദരങ്ങൾ ചിന്തിക്കണം. ഇതൊക്കെ വരാനുള്ള കാര്യമാണ്. നമ്മൾ വളരെയധികം പേടിക്കണം, വളരെയധികം ഭയപ്പെടണം ഈ സംവിധാനത്തെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു താല ഈമാനോടുകൂടെ മരിക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇനി നോക്കൂ, അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത്. അപ്പൊ അള്ളാഹു പറയാണ്, ചങ്ങലകൾ നാം ഒരുക്കി വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ തൊണ്ടയിൽ കുടുങ്ങിപ്പോകുന്ന ആഹാരം നാം ഒരുക്കി വെച്ചിട്ടുണ്ട്, വേദനാജനകമായ ശിക്ഷയെ നാം ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു പറയുന്ന എന്താ? യൗമ തർജുഫുൽ അർളു എന്നാ പതൊക്കെ വരിക എന്ന് പറയണം. യൗമ തർജുഫുൽ അർളു വൽ ജിബാൽ വകാനത്തിൽ ജിബാലു കസീബം മഹീലാ. യൗമ തർജുഫുൽ അർളു വൽ ജിബാൽ, പർവ്വതങ്ങളും അതുപോലെ ഭൂമിയും കിടുകിടാ വറക്കുന്ന ദിവസമാണത്. അങ്ങനെയൊക്കെ ഒരു വറക്കലുണ്ടാകുമോ? കഴിഞ്ഞ 2015 അവസാനമല്ലേ നേപ്പാളിൽ ഭൂകമ്പം ഉണ്ടായത്?
നേപ്പാളിന്റെ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് പിടച്ചപ്പോ 9,000-ഓളം ആളുകൾ മരണപ്പെട്ടു പോയി. പടച്ചം വിചാരിച്ച അത്രേ ഉള്ളൂ, പടക്കലും ഒക്കെ. അമേരിക്ക കണ്ട ഏറ്റവും വലിയ മഞ്ഞ് മഴയാണ് ഇപ്പൊ അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. മഞ്ഞ് മഴ അറിയുമ്പോൾ സുഖമുള്ള ഏർപ്പാടല്ല. വലിയ വലിയ പാറക്കല്ലുകൾ വീഴുന്നത് പോലെ ഐസ് കട്ടകൾ വീഴാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ഭവനരഹിതരായി, വീട് തകർന്നു, കാറ് തകർന്നു, വാഹനം തകർന്നു. ഇപ്പൊ അമേരിക്കയിൽ നടക്കുന്നതാ. സാങ്കേതിക മികവിന്റെ പേരിൽ ആര് അഹങ്കരിച്ചാലും പടച്ചോന്റെ ശിക്ഷയെ താങ്ങാൻ കഴിയോ? ഇല്ല. അപ്പൊ ഭൂമി കിടുകിട വറപ്പിക്കപ്പെടാന്ന് പറഞ്ഞാൽ എനിക്കും നിങ്ങൾക്കത് വല്ലാതെ ഈ ദുന്യാവെന്ന് ഇതുവരെ വന്നിട്ടില്ല. ചെറിയൊരു ഭൂചലനങ്ങളൊക്കെ വരുമ്പോഴേക്ക് നമ്മൾ ആകെ ബേജാറാവുകയാണ്. മേശൊന്ന് ഇളകി ഗ്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടെൻഷനായി. പൊട്ടിയ ലാത്തൂരിലെ ഭൂകമ്പം ആലോചിച്ചു, തുർക്കിയിലെ ഭൂകമ്പം ആലോചിച്ചു, ഇന്ത്യയിൽ തന്നെ ഗുജറാത്ത് അടക്കമുള്ള സ്ഥലങ്ങളിൽ വന്ന ഭൂകമ്പം എത്ര ഭീകര. മൊത്തത്തിലൊരു വറപ്പിക്കലാണ്. അത് കിടുകിടാ വറക്കുന്നതാണ്. പർവ്വതങ്ങളും അതുപോലെ ഭൂമിയും വറക്കുന്ന ദിവസം. വകാനത്തിൽ ജിബാലു ഖസീബം മഹീല. ഒഴുകുന്ന മണൽ കൂമ്പാരം പോലെ മലകൾ ഒഴുകിപ്പോകുന്ന സമയമാണത്. ഖുർആൻ പറയാണ്, ഒഴുകുന്ന മണൽ കൂമ്പാരം പോലെ പർവ്വതങ്ങളാകും. പർവ്വതം എന്ന് പറഞ്ഞാൽ എത്ര ഉറപ്പോടുകൂടെ നിൽക്കുന്നതാണ്. വൽജിബാല ഔതാദ. നമ്മ സൂറത്തിൽ പറഞ്ഞില്ലേ, ഭൂമിയെ ആണിയാക്കി, മലകളെ ആണിയാക്കി. ഭൂമിയുടെ ബാലൻസ് തെറ്റാതിരിക്കാൻ പർവ്വതങ്ങൾ ആണികളാണ്. എങ്കിൽ ഉറച്ചു നിൽക്കുന്ന പർവ്വതം, ആ പർവ്വതത്തിന്റെ ഉള്ളിൽ കരിങ്കല്ലായിരിക്കും ചിലപ്പോ. അങ്ങനെയുള്ള പർവ്വതങ്ങൾ ഒഴുകുന്ന മണൽ കൂമ്പാരം പോലെ. കുറച്ച് മണൽ കൂട്ടിയിട്ട് വെള്ളം അങ്ങനെ ഒഴിച്ചു നോക്കൂ, അങ്ങനെ ഒഴുകിപ്പോകും. അതേ രൂപത്തിലായിരിക്കും. അല്ലാഹു തആല പറയുന്നു, ഇന്നാ അർസൽനാ ഇലൈക്കും റസൂലൻ ഷാഹിദൻ അലൈക്കും കമാ അർസൽനാ ഇലാ ഫിർഔന റസൂലാ. ഫിർഔനിലേക്കൊരു റസൂലിനെ അയച്ചതുപോലെ നിങ്ങൾക്കും സാക്ഷിയായി നാം ഒരു റസൂലിനെ അയച്ചിരിക്കുന്നു. അള്ളാഹു നമ്മളോട് പറയണം. റസൂലിനെ വല്ലാതെ കളിയാക്കിയപ്പോഴാണ് ഈ ഭാഗം ഇറങ്ങുന്നത്. മൊത്തം ജനങ്ങളോട് പറയാണ്, നിങ്ങൾക്ക് നാം ഒരു റസൂലിനെ അയച്ചു, നിങ്ങൾക്ക് സാക്ഷിയായിട്ടൊരു റസൂലിനെ അയച്ചു. ഏതുപോലെ ഫിർഔനിലേക്കൊരു റസൂലിനെ നാം അയച്ചതുപോലെ. ഫിർഔൻ വലിയ സ്വച്ഛാധിപതിയായിരുന്നു, അത് മൂസാ നബിയാണ്. അങ്ങനെ ഫിർഔൻ എന്ന സ്വച്ഛാധിപതി, ആധികാരി, റസൂലാകുന്ന മൂസാ നബിക്കെതിരെ പ്രവർത്തിച്ചപ്പോ ശക്തമായ രൂപത്തിൽ അവനെ നാം പിടിച്ചു ശിക്ഷിച്ചു. ആ ഒരു പേടി നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന്. ഇപ്പൊ ഫിർഔൻ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? നൈലിന്റേതാണെന്ന് പറഞ്ഞു. നൈൽ നദി എന്റേതാണെന്ന് പറഞ്ഞു. നൈൽ നദി എന്റേതാണെന്ന് പറഞ്ഞ ആളാണ് ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. എത്രയോ തോട്ടങ്ങളുണ്ടായിരുന്നു. മൂസ നബിയെയും ഇസ്രായേലികളെയും പീഡിപ്പിച്ചു. അവസാനം അള്ളാന്റെ കൽപ്പന പ്രകാരം അവർ ഹിജ്റ പോയി. 6,70,000 ആടുകളോടുകൂടെ മൂസ നബി പുറപ്പെട്ടു. ഇതറിഞ്ഞ ഇവൻ അവന്റെ പട്ടാളക്കാരും അനുയായികളും അതിലേറെ എത്രയോ ലക്ഷങ്ങളുമായി പിന്നാലെ പുറപ്പെട്ടു. അവസാനം ചെങ്കടൽ പിളർന്നു. അല്ലാഹു തആല ഒരു മുഅ്ജിസത്ത് നൽകി മൂസ നബിക്ക്. അത്ഭുത വടി കൊണ്ട് അടിച്ചപ്പോ ചെങ്കടൽ പിളർന്നുപോയി. 12 വരി പാത, 12 കബീലക്കാരുണ്ടായിരുന്നു ഈ 7 ലക്ഷത്തോളം ആളുകൾക്ക്. അവരതിലൂടെ പോയി. ഫിർഔനും കൂട്ടരും നേരെ വന്നു. അവരെ അല്ലാഹു മുക്കിക്കൊന്നു. എല്ലാരും ചത്തു. ഫിർഔൻ പറഞ്ഞു നോക്കി, ചാവാന്ന് കണ്ടപ്പോ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ആമൻതു ബി റബ്ബി മൂസാ വ ഹാറൂൻ. മൂസ നബിയുടെയും ഹാറൂൻ നബിയുടെയും റബ്ബിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. പക്ഷെ പടച്ചോൻ എന്തായില്ല, സ്വീകരിച്ചില്ല. ഓൻ പറഞ്ഞു മൂസന്റെ റബ്ബിൽ ഞാൻ വിശ്വസിച്ചു. അതുവരെ ഓൻ പറഞ്ഞ എന്താ? അന റബ്ബുക്കുമുൽ അഅ്ല, ഞാനാണ് പരമേശ്വരൻ, ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ പറഞ്ഞ ആള് ചാവാൻ നേരത്തെ പറയാണ്, രക്ഷയില്ലാന്ന് കണ്ടപ്പോ, ഇല്ല ഞാൻ റബ്ബല്ല, മുങ്ങിച്ചാവാണ്. ആമൻതു ബി റബ്ബി മൂസ, ആമൻതു ബി റബ്ബി മൂസ വ ഹാറൂൻ. മൂസയുടെയും ഹാറൂന്റെയും റബ്ബിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അല്ലാഹു ജിബ്രീൽ എന്ന മലക്ക് മുഖേന അങ്ങനെ ഒരു സന്ദേശം കൊടുത്തു. ഫൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. പിൻഗാമികൾക്ക് വലിയൊരു പാഠമാകാൻ ഇന്ന് ഞാൻ നിന്നെ രക്ഷപ്പെടുത്തുകയാണ്. ഇല്ല, ജിന്നി നന്നാവണ്ട. രക്ഷപ്പെടുത്താന്ന് പറഞ്ഞ ജീവനോടല്ല, ജീവല്ലാതെ. മഹാധിക്കാരിയായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകളെ പീഡിപ്പിച്ചു. 50,000-ലധികം കുട്ടികളെ കൊന്നുകളഞ്ഞ ആളാ, ആൺകുട്ടികളെ നേതൃത്വം കൊടുത്ത ആളാണ്. മഹാക്രൂരൻ. അവനെ എതിർക്കുന്നവരെ മുഴുവനും മൃഗീയമായിട്ട് അവരെ കൊന്നു. അടിച്ചു കൊല്ലം നടക്കുന്നുണ്ടല്ലോ, സംഘപരിവാർ ചെയ്യുന്നുണ്ടല്ലോ ഇന്ത്യയുടെ പല ഭാഗത്തും. അതന്നെ ഇവർക്കൊക്കെ വരാൻ പോകുന്ന ഇതാണ്. ആ ഫിർഔനെ അല്ലാഹു തആല ഇന്നും ഈജിപ്തിലെ കൈറോ മ്യൂസിയത്തിൽ, റോയൽ മമ്മി മ്യൂസിയത്തിൽ അതുപോലെ കിടക്കുകയാണ്, ഉണങ്ങി കിടക്കുകയാണ്.
ഖിയാമത്ത് ഇവരങ്ങനെ കിടക്കും. യൂറോപ്പ് സോവിയറ്റ് റഷ്യയിൽ നേരത്തെ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരുടെ ശരീരം ഇതിനെ വെല്ലുവിളിച്ച് അതുപോലെ വെച്ചു. ഞങ്ങൾക്കും അങ്ങനെ സൂക്ഷിക്കാൻ കഴിയും. ഒരു നൂറ്റാണ്ടായപ്പോഴേക്ക് ദ്രവിച്ചുപോയി. ഒരു 10-11 മമ്മിമാരുണ്ട് ഈജിപ്തിൽ, ഫിറോനെ പോലെ. അതൊക്കെ ഫ്രീസറിലാണ്, വൈദ്യുതിയുടെ സഹായത്തോടു കൂടെയാണ്. എന്നാൽ ഖുർആൻ പറയുന്ന ഈ ഫിർഔൻ വൈദ്യുതിയുടെ സഹായമില്ലാതെ കേവലം ഒരു ഗ്ലാസിന്റെ കൂട്ടിൽ അങ്ങനെ കിടക്കുകയാണ്. ഒരു മഹാത്ഭുതമാണ്. ഖുർആൻ പറഞ്ഞതാണ് ഫൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. ബേക്കിൽ വരുന്ന ആളുകൾക്കൊരു ദൃഷ്ടാന്തമാക്കാൻ ഇതിനെ രക്ഷപ്പെടുത്താണ്. ഇന്നും അതുപോലെ കിടക്കുകയാണ്. വലിയൊരു പാടാ റബ്ബ് ഇവിടെ ഉണർത്തുക. ഫിർഔന് നേരത്തെ റസൂലിനെ അയച്ച മൂസയെ, അദ്ദേഹത്തെ അവർ തള്ളി, ശക്തമായി നാം ശിക്ഷിച്ചു ഫിർഔനെ എന്നതുപോലെ നിങ്ങൾക്ക് നാം ഒരു റസൂലിനെ സാക്ഷിയായിട്ട് അയച്ചിരിക്കുന്നു, തള്ളണ്ടടോ എന്ന് അള്ളാഹു തആല പറയാണ്. എന്നിട്ട് അള്ളാഹു ഇങ്ങനെ ചോദിക്കാണ്, ഫകൈഫ തത്തഖൂന ഇൻ കഫർതും യൗമൻ യജ്അലുൽ വിൽദാന ശീബാ. കുട്ടികൾക്ക് പോലും ചെറിയ മക്കൾക്ക് പോലും നരവരുത്തുന്ന ഒരു ദിവസത്തെ നിങ്ങളിങ്ങനെ നിഷേധികളാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ സൂക്ഷിക്കുക? അള്ളാഹു ചോദിക്കുകയാണ്, ഫകൈഫ തത്തഖൂൻ, എങ്ങനെയാണ് നിങ്ങൾക്ക് സൂക്ഷിക്കാൻ കഴിയുക? ഇൻ കഫർത്തും, നിങ്ങൾ സത്യനിഷേധികളാണെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ കഴിയും? യൗമൻ, ഒരു ദിവസത്തെ, യജാലുൽ വിൽദാന ശീബാ, കുട്ടികൾക്ക് പോലും നര വരുത്തുന്ന ദിവസം. അന്ന് നര വരുന്നുള്ള അർത്ഥത്തിലല്ല, നമ്മൾ ഈ ചിന്ത അങ്ങോട്ട് ഓർമ്മ ചിലപ്പോൾ നര വേഗം വരും. ചെറിയ കുട്ടികൾക്ക് പോലും നര വരുന്ന ഒരവസ്ഥ വരുന്ന അത്ര ഭീകരമായിരിക്കുമെന്ന്. എങ്ങനെയാണ് നിങ്ങൾക്ക് ആ ദിവസത്തെ സൂക്ഷിക്കാൻ കഴിയുക? അസ്സമാഉ മുൻഫതിറും ബിഹി കാന വഅദുഹു മഫ്ഊല. ആകാശം പൊട്ടിപ്പിളരുന്ന ദിനമാണത്. അന്ന് നിങ്ങളോട് വാഗ്ദത്തം ചെയ്തത് പ്രവൃത്തിപരത്തിൽ വരുന്ന ദിവസമാണത്, പ്രവർത്തനത്തിൽ വരുന്ന ദിവസമാണ്. അതുകൊണ്ട് ലാസ്റ്റ് അല്ലാഹു ഈ വിഷയത്തിൽ ഇങ്ങനെ പറയാണ്, ഇന്ന ഹാദിഹി തദ്കിറ, ഇന്ന ഹാദിഹി തദ്കിറ, തീർച്ചയായിട്ടും ഇതൊരു ഉത്ബോധനമാണ്, ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി സബീലാ. ഉദ്ദേശിക്കുന്ന ആളുകൾ തന്റെ രക്ഷിതാവിന്റെ മാർഗം ആ മാർഗം അവൻ തേടിക്കൊള്ളട്ടെ. ആ മാർഗം എത്തിപ്പിടിക്കണം എന്നാണ്. നോക്കൂ, ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഖുർആൻ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഖുർആൻ നമ്മളങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊരു ദിക്റാണ്, ഇതൊരു ഉത്ബോധനാണ്. ആ ഉത്ബോധനത്തെ നമ്മൾ തള്ളരുത്, നമ്മൾ കൊള്ളണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് കൊള്ളുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. പരിപൂർണമായിട്ട് ഇത് സ്വീകരിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇപ്പൊ സുബഹിയുടെ ബാങ്ക് ഒരുപാട് പുറത്തു പോയി. ഞാൻ വല്ലാതെ നീട്ടിയാൽ നിങ്ങൾക്ക് ജോലിക്ക് പോകുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടാവും. ഇൻഷാ അല്ലാഹ് സമയം അങ്ങോട്ടാവുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ കൂട്ടി വരല്ലേ? അങ്ങനെയല്ലേ നല്ലത്? അല്ലെ? ഒരു ജോലിക്ക് പോകുന്നവർ ഇടയിൽ എഴുന്നേറ്റ് പോകേണ്ട ഒരവസ്ഥ വേണ്ടല്ലോ. ഞാൻ വല്ലാതെ നീട്ടുന്നില്ല. ഇത് പറഞ്ഞാൽ തീരാത്തൊരു വിഷയമാണ്. ഇൻഷാ അല്ലാഹ് എന്നാലും നമ്മൾ ഒരുപാട് കേൾക്കുക എന്നുള്ളതല്ല, കേട്ടത് ഒരു 1.25 മണിക്കൂറാണെങ്കിലും അതിൽ നിന്ന് പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ എടുക്കണം. ഇന്ന് നമ്മൾ പറഞ്ഞതിൽ ആ സുബഹിയുടെ മുമ്പ് സുബഹിയുടെ മുമ്പുള്ള നിസ്കാരം ആ ചൊല്ലാളൊന്നും മറക്കണ്ട. നിങ്ങൾ മറന്നോ? ആ 2 റക്അത്ത് നിസ്കാരം കഴിഞ്ഞ് ചെരിഞ്ഞ് കിടക്കുമ്പോ നമ്മൾ എന്താ ചൊല്ലണ്ടേ? അതെ, അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വ മീകായില വ ഇസ്രാഫീല വ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അജിർനീ മിനന്നാർ. പിന്നെ ഞാൻ പറഞ്ഞു, അതിന്റെ ശേഷം നമ്മൾ സുബഹി നിസ്കാരത്തിന് മുമ്പ് ഒരു 40 തവണ കൃത്യമായിട്ട് പതിവാക്കേണ്ടത് യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അന്ത. ഉപജീവനത്തിൽ വിശാലത ലഭിക്കുന്നതിന് വേണ്ടി 100 തവണ എല്ലാ പ്രഭാതത്തിലും. നല്ലത് സൂര്യൻ സുബഹിന്റെ മുമ്പ് ഈ നിസ്കാരത്തിന്റെ ഇടയിൽ. അതിന് സാധിക്കില്ലെങ്കിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് സുബഹിസ്കാരത്തിന്റെ ഇടയിൽ. അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഉച്ചക്ക് മുമ്പ്. ഏതാ? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ഇങ്ങനെയുള്ള പോയിന്റുകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. മറ്റൊരു സംഗതി, നമുക്കിപ്പോൾ അൽഹംദുലില്ലാഹ് ഇങ്ങനെ ഖുർആൻ പഠിക്കാൻ ഇങ്ങനൊക്കെ ഒരു അവസരം ഉണ്ടായി അല്ലേ? പഠിക്കാൻ അവസരം ഉണ്ടായി, ഓതാൻ അവസരം ഉണ്ടായി. ഇതിൻ്റെയൊക്കെ ഒരു കാരണമാണ് യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആ സാന്നിധ്യവും ഈ മദ്രസ പ്രസ്ഥാനവും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഇതിനൊന്നും അവസരം ഉണ്ടാവില്ല. സമസ്തയുടെ നേരിട്ട് നടത്തുന്ന ഒരു സ്ഥാപനം അറബി കോളേജ് ആണ്, പട്ടിക്കാട് ജാമിയ. ഞാൻ ആ ജാമിയയിലാണ് പഠിച്ചത്. അതൊക്കെ ഒരു കാരണമാണ് നമുക്കിങ്ങനെ ക്ലാസ് നടത്താനും മറ്റും.
നമ്മുടെ മാതൃസംഘടന, നമ്മളെ എല്ലാം സമസ്തയാണ്. ആ സാന്നിധ്യം ഇല്ലായിരുന്നുവെങ്കിൽ ചിത്രം മാറുമായിരുന്നു. സമസ്ത കേരള ജമിയത്തുലമയുടെ 90-ാം വാർഷിക സമ്മേളനം ആലപ്പുഴയിൽ വരുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അത് വിജയിപ്പിക്കണം. ഞാൻ സാന്ദർഭികമായി പറയാണ്, നമ്മുടെ ഖുർആൻ ക്ലാസിന്റെ പേരിൽ ഒരു നല്ലൊരു ബോർഡ്, നിങ്ങൾ ഈ ഇവിടെയൊക്കെ ബോർഡ് സ്ഥാപിച്ചാൽ വലിയ ലാഭമാണ്. കാരണം 10,000-കണക്കിന് ആളുകൾ ദിവസവും യാത്ര ചെയ്യുന്ന ഒരു ഏരിയയാണ് ഇത്, നമ്മുടെ ഈ ഏരിയ. അപ്പൊ നമ്മൾ ഈ ത്വവാഫൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേക ഒരു ചിറ്റൽ തുണി, എന്തിനാ നമ്മൾ ഒരു കൈയിന്റെ മസിൽ ശരിക്ക് കാണൂല്ലേ, ഇതെന്തിനാ മസ്ലിം അവർ അറിയിക്കാൻ തന്നെയാണ് അന്ന് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായത്. എന്നതുപോലെ ഈ കാലഘട്ടത്തിൽ ത്വവാഫ് ഇന്നും അങ്ങനെ തന്നെയാണ്. എന്നതുപോലെ സഹോദര, ഈ കാലഘട്ടത്തിൽ ഒരു അതായത് ഇസ്ലാമിന്റെ ഒരു ഇസ്സത്ത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാണ് പണ്ട് കാലത്തെ നമ്മുടെ ആളുകൾ ഇങ്ങനെ കൊണ്ടുവന്നത്. ഇപ്പോ ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് കാര്യവട്ടം, പെരിന്തൽമണ്ണക്കടുത്ത് കാര്യവട്ടം സമസ്തയുടെ 16-ാം വാർഷിക സമ്മേളനം നടന്നതാണ്. അന്ന് ബാഫഖി തങ്ങളുടെ ഒറ്റ പ്രഭാഷണമാണ് ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഇങ്ങനെ ആക്കിയത്. കേരളത്തിലെ എല്ലാ കുട്ടികളും ഒരേ വിഷയം പഠിക്കണം, അതിന് സിലബസ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തങ്ങൾ പ്രസംഗിച്ചു. എല്ലാവർക്കും പാഠപുസ്തകം തയ്യാറാക്കണം, വിദ്യാഭ്യാസ ബോർഡ് വേണം. അങ്ങനെയാണ് 1952 മലപ്പുറം ജില്ലയിലെ വാളക്കുളത്ത് ഒരു സുബഹിന്റെ ശേഷം മീറ്റിംഗ് ചേർന്നത്. ഇതൊക്കെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. വാളക്കുളത്ത് ഒരു മീറ്റിംഗ് ചേർന്നു. ആ യോഗത്തിൽ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ പണ്ഡിതന്മാരും സാദാത്തുക്കളും പങ്കെടുത്തു. ഇന്ന് കോട്ടക്കൽ എടരിക്കോടിനടുത്ത് ആയുർവേദ കോളേജ് നിൽക്കുന്ന അവിടെ വണ്ടി ഇറങ്ങിയിട്ട് അവിടുന്ന് പുതുപ്പറമ്പിലേക്ക് വാളക്കുളത്തേക്ക് നമ്മുടെ ഉസ്താദുമാരും സാദാത്തുക്കളും നടന്നു പോയി. പിന്നെ പല ഭാഗങ്ങളിൽ നിന്നും അതെന്താ സൗകര്യമല്ല. സുബഹി മുതൽ ലോഹർ വരെ യോഗം ചേർന്നു. ബാഫയ്ക്ക് തങ്ങൾ എന്നാ പറഞ്ഞിന് തീരുമാനമാക്കി. സാമ്പത്തികമാണ് തടസ്സം. അപ്പൊ അതിന് ഒരു മാർഗം കണ്ട എന്താ അറിയോ? സാമ്പത്തിക തടസ്സത്തിന് മാർഗം കണ്ട് പിന്നെ ഒരു പിരിവ് അവിടെ എത്തുന്ന വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ 25 റുപ്യ എടുത്തു. അന്നത്തെ 25 വലിയ സംഭവമായിട്ട്, അദ്ദേഹം വലിയ മുതലാളി ആയതുകൊണ്ട്. പിന്നെ ഓരോ ഉസ്താദും ഒരു 17 ആളുകൾ കഴിവുള്ളവർ ഓരോ റുപ്യ വെച്ചു. അതിനും കഴിയാത്തല്ല ബാക്കിയുള്ളവരൊക്കെ 17 റുപ്യ, 25, 17. ഒരു കാര്യപ്പെട്ട ഉമറാക്കളിൽ ഒരാൾ 5 റുപ്യ, അപ്പൊ 47 റുപ്യ. ഈ 47 റുപ്യ കൊണ്ടാണ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ച് അതിന്റെ പ്രവർത്തനം തുടങ്ങിയത്. ഇന്നത്തെ അവസ്ഥ ആലോചിച്ചു. ഇന്തോനേഷ്യയിലും മലേഷ്യയിലും കാണൂല. സൗദി അറേബ്യയിൽ ഇത്ര വ്യവസ്ഥ സംവിധാനമില്ല. നിങ്ങളൊന്ന് പോയി നോക്കി ചേളാരി സംസ്ഥാനത്തിൽ ആ സെറ്റപ്പ് 10,000-ഓളം മദ്രസകളെ ശാസ്ത്രീയമായിട്ട് ചലിപ്പിക്കുന്ന സംവിധാനം ഉണ്ടാക്കി. അന്ന് ബാഫയ്ക്ക് തങ്ങൾ അന്ന് പ്രസംഗിച്ചത് ഇവിടെ വെച്ച് മലപ്പുറം ജില്ല അതിനും സാക്ഷിയായത് ആദ്യത്തെ കളക്ഷൻ. അൽഹംദുലില്ലാഹ് നമ്മൾ ഈ ഒരു അവസ്ഥയിലായി. ആ സംവിധാനം ഒന്ന് ആലോചിച്ച് നോക്കി. സൗദി അറേബ്യയിലെ ഹറമിൽ നമ്മുടെ ഉസ്താദ്മാരെ ഹജ്ജിന് പോയ വഴിയിൽ ഒരു നടന്നൊരു സംഭവം. ഒരു അറബി മുസാഫിലേക്ക് നോക്കി ഭയങ്കര കരച്ചില്. അപ്പൊ നമ്മുടെ ഒരു ഉസ്താദ് അയാളടുത്തേക്ക് അടുത്തിരുന്നു. ഇയാൾ ഏത് ഭാഗം ഓതിയിട്ടായി കരയേണ്ടത്? അപ്പൊ എന്താ സംഭവം എന്ന് അറിയാം, ഓതാൻ അറിയില്ല. മുസാഫിക്ക് നോക്കി. അനറബികളായ ആളുകൾ ലോകത്തിന്റെ അഷ്ടദിക്കളിൽ നിന്ന് വന്ന് ഓതുമ്പോൾ അറബിക്ക് ഓതാൻ അറിയില്ല. സങ്കടം കൊണ്ട് കരയാ. മലയാളത്തിന്റെ മണ്ണിൽ സമസ്തയുടെ മദ്രസയിൽ പഠിക്കുന്ന 4-ാം ക്ലാസ്സിലെ കുട്ടി 2-ാം ക്ലാസ്സിലെ എന്റെ കുട്ടി, എന്റെ ആൺകുട്ടി 2-ാം ക്ലാസ്സിലാ. തപ്പിത്തടഞ്ഞിങ്ങനെ ഓതും. 2-ലെത്തിയിട്ടുള്ളൂ. 3-ലാവുമ്പോൾ കുറച്ചും കൂടി സ്പീഡ് കൂടും. കൂട്ടി വായിച്ച് ലെവലായി. 5-ാം ക്ലാസ്സിൽ ഏത് ഭാഗം സുന്ദരമായിട്ട് ഓതും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അലി മിയാന്റെ നാട്ടിൽ കാണാൻ കഴിയില്ല. അബുൽ ഹസൻ അലി നദവിന്റെ നാട്ടിൽ ചെന്നാൽ ഈ അവസ്ഥ കാണാൻ കഴിയില്ല. എന്തുകൊണ്ട്? അവിടെയുള്ള മഹാപണ്ഡിതന്മാരുണ്ടായിരുന്നു. അവരൊക്കെ പുസ്തകങ്ങളിൽ ജീവിച്ചു, പുസ്തകങ്ങൾ എഴുതി. നമ്മുടെ പണ്ഡിതന്മാർ ജനങ്ങളിലേക്കിറങ്ങി അവരാണ് നമ്മളെ ഈ ഒരു അവസ്ഥയിലാക്കിയത്. ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരെ പോലെയുള്ള സൂഫികൾ, മഹാനായ പൂക്കോയ തങ്ങളെ പോലെ ബാഫയ്ക്ക് തങ്ങളെ പോലെയുള്ള സാദാത്തുക്കൾ, ഐദർസ് മുസ്ലിയാരെ പോലെയുള്ള സൂഫി വര്യന്മാർ കഠിനാധ്വാനം ചെയ്തിട്ടാണ് സഹോദര ഈ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് നമ്മളെ ഖുർആൻ ക്ലാസിന്റെ പേരിൽ നമ്മൾ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ക്ലാസ്സുകളിൽ പിരിവ് കാര്യങ്ങളൊന്നും പറയില്ല. ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പൊ നിങ്ങൾ ആ ഒരു ബോർഡിന്റെ ചെലവിലും എന്തെങ്കിലും അഭിപ്രായം നമ്മളെടുത്തൂടെ നമുക്ക്, അല്ലേ? ആ ഒരു ബോർഡിന്റെ ചെലവ് നമുക്ക് എടുത്തൂടെ നമ്മളെ ക്ലാസ്, അല്ലേ? അതിനൊരു കടാക്കണ്ട. എന്നാ ഒരു കാര്യം ചെയ്യാം, അത് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം നമുക്ക്. ബിസ്മില്ലാ. അത് നല്ലൊരു സംഖ്യ അയക്കണമെന്ന് പറഞ്ഞു. നിങ്ങളെല്ലാവരും കയ്യിന്റെ പരമാവധി, ആരും പൈസ കൊടുത്തിട്ടുണ്ടാവില്ല ഇൻഷാ അല്ലാഹ്. എന്നാലും ബിസ്മില്ലാ എല്ലാവരും നമ്മളൊരു ദീനീ പ്രബോധനം എന്നുള്ള നിലക്ക് അതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ കഴിയിന്റെ 8,000 റുപ്യോളൊക്കെ അയക്കണല്ലേ, അല്ലേ? 8 റുപ്യോളം അതിന് ചെലവഴിക്കുന്നതാണ്. അത് മുതലാവും ഇൻഷാ അല്ലാഹ്. എല്ലാവരും നിങ്ങളെ കഴിവിന്റെ പരമാവധി അയക്ക് കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും പിന്നെ സ്വീകരിക്കുമാറാവട്ടെ. ഇനി കയ്യിലില്ലെങ്കിൽ നിങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിന് കൊടുത്താലും മതി. എന്തായിരുന്നാലും അത് നഷ്ടപ്പെടൂല. നമ്മൾ
ദീനീ പ്രബോധനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത്. ഒരുപാട് ആളുകൾ പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി ദുആരക്കാം. കഴിഞ്ഞ ദിവസം പിതാവ് മരണപ്പെട്ട പേരിൽ പ്രത്യേകം ദുആരക്കാം മക്കൾ അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പള്ളിയുടെ ഈ കാർപ്പറ്റുകളൊക്കെ ഒന്ന് മുകളിലേക്കാക്കിയിട്ട് ഈ കാർപ്പറ്റ് ഒന്ന് ഉഷാറാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് മരിച്ചുപോയ പിതാവിന്റെ പേരിൽ പ്രത്യേകം ദുആരക്കാൻ വേണ്ടിയിട്ട് നൽകുന്നതാണ്. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. എത്ര ഇഅ്തികാഫ്, എത്ര നിസ്കാരം, എത്ര ഖുർആൻ പാരായണ ആ കാർപ്പറ്റിൽ വരുമ്പോഴും ആ പിതാവിന്റെ ഖബറിലേക്ക് ഇങ്ങനെ അത് എത്തിക്കൊണ്ടേയിരിക്കുന്നതാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല അതിന് പരിപൂർണമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. ഇവിടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ടൗണിലാണ് നമ്മളെ പള്ളി. ധാരാളം ആളുകൾ നിസ്കരിക്കാൻ വരുന്നതാണ്. അപ്പോ നിസ്കരിക്കുന്ന ആളുകൾക്ക് റാഹത്താവട്ടെ, അതൊന്നും നഷ്ടപ്പെടില്ല. ഇവിടെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ ഈ പനി, മഞ്ഞപ്പിത്തം വല്ലാതെ വ്യാപകമായിട്ടുണ്ട്. പരീക്ഷ നടക്കുന്ന സമയമാണ്. കുറച്ച് ബുദ്ധിമുട്ടിലാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ കുട്ടികളുണ്ട്. അല്ലാഹു തആല നമ്മുടെ മക്കൾ അവരുടെ രോഗത്തിന് അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ. കുട്ടികൾക്ക് രോഗം വരിക എന്നുള്ള ആർക്കും സഹിക്കാൻ കഴിയാത്തൊരു സംഗതിയാണ്. അല്ലാഹു തആല അവരുടെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു തീർത്തു കൊടുക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യാണ്. അതുപോലെ തന്നെ ഈ മാസത്തെ സ്വലാത്തും അതുപോലെ ജീരാനി പ്രഭാഷണവും നാളെ മദ്രസയിൽ വെച്ച് നടക്കും. അയ്യൂബ് സഖാഫി പങ്കെടുക്കും എന്നുള്ള കാര്യം അറിയിക്കണം. അല്ലാഹു തആല അവർക്കൊക്കെ എല്ലാവർക്കും ഇതിന് ഭക്ഷണം മറ്റൊക്കെ ആവശ്യമാണ്. എല്ലാവർക്കും അതിനെ സഹായിക്കുന്നവർക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വെച്ച് പറയാം. സമസ്തകാല ജമിഅത്തുൽ ഈ വാർഷിക പരിപാടിയുടെ ഒരു മക്കരപ്പറമ്പ് റേഞ്ച് വാഹന പ്രചാരണ ജാഥ ഈ 30-ാം തീയതി ശനിയാഴ്ച നടക്കുന്നുണ്ട്. അത് സംബന്ധമായിട്ടുള്ള അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ പങ്കെടുക്കുന്ന കാര്യം ശ്രദ്ധിക്കണം. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും വിജയിപ്പിക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യാണ്. അല്ലാഹു ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരുടെ പ്രയാസങ്ങളും അല്ലാഹു തീർത്തു കൊടുക്കുമാറാവട്ടെ. അപ്പൊ ആ ബോർഡിന്റെ കാര്യം നമ്മൾ സാധാരണ ടിൻ കളക്ഷനിൽ ഒരു 10 രൂപയൊക്കെ ഇടും പോലെ ഇട്ടാൽ എവിടേക്കും എത്തൂല. അപ്പൊ അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 لا إله إلا الله 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 أستغفر الله العظيم 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 اللهم صل على محمد والآل كلهم وسلم 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 اللهم صل على محمد والآل كلهم وسلم. പ്രത്യേകിച്ച് നമ്മുടെ പള്ളിയിലേക്ക് ആ കാർപ്പറ്റ് നൽകാൻ തീരുമാനിച്ച വലിയൊരു സംഗതിയാണ്. ആ മരണപ്പെട്ട പിതാവിന്റെ പേരിലും നമ്മുടെ മാതാപിതാക്കൾ മരിച്ചവരുണ്ടാവും. എല്ലാവരുടെ പേരിലും നമുക്ക് പ്രത്യേക ഒരു ഫാത്തിഹ ഓതി പൈസ നൽകിയ കൂട്ടത്തിലേക്ക് വീണു പോയതാണ്. നിങ്ങൾ പോകുമ്പോൾ 30 രൂപന്റെ സാധനമാണെങ്കിലും കൊണ്ടുപോകണം. ഫാത്തിഹ. അൽ ഫാത്തിഹ.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് അറിയിച്ചിട്ടുണ്ട്. കുട്ടിക്ക് മഞ്ഞപ്പിത്തായിട്ട് പ്രത്യേകം ദുആ എടുക്കാൻ വേണ്ടി മകളുടെ പേര് ദുആ ചെയ്യാൻ വേണ്ടി വീണ്ടും അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ശിഫ നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആന്റെ ഹക്ക് കൊണ്ട് ബറക്കത്ത് കൊണ്ട് റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളെയും ഞങ്ങൾക്ക് നീ മാപ്പാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ, രഹസ്യമായും പരസ്യമായും വന്നത് അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയത് എല്ലാ തെറ്റുകളും ഞങ്ങളോട് നീ പൊറുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങളൊക്കെ പൊറുത്തു തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇബാദത്തുകൾ സ്വീകരിക്കണേ റഹ്മാനെ. ഇബാദത്തുകളിൽ വരുന്ന പോരായ്മകൾ ഞങ്ങൾക്ക് നീ പരിഹരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഖുർആന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയവർ, പ്രായം ചെന്നവർ ഈ സദസ്സിലുണ്ട്. അല്ലാഹുവേ, ആഫിയത്ത് പ്രദാനം ചെയ്യണേ റഹ്മാനെ. രോഗങ്ങൾക്ക് ശിഫ നൽകണേ റഹ്മാനെ. ബുദ്ധിമുട്ടുകൾ തീർത്തു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ സദസ്സിലുള്ള സഹോദരങ്ങളുടെ ജോലികളിലും ബർക്കത്ത് നൽകണേ റഹ്മാനെ. പല മേഖലകളിലും പ്രവർത്തിക്കുന്നവർ ഈ സദസ്സിലുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ ഉപജീവനത്തിൽ വിശാലത പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഈ സദസ്സിലുള്ളവരുടെ കടങ്ങളൊക്കെ വീട്ടി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് അന്തസ്സുള്ള ജീവിതം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് വലിയ വലിയ പ്രതീക്ഷകളൊന്നുമില്ല, എന്നാലും അഭിമാനം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഉപജീവനത്തിൽ വിശാലത പ്രദാനം ചെയ്യണേ റഹ്മാനെ. അതിനുവേണ്ടി ചെയ്യാൻ പറഞ്ഞത്, ചൊല്ലാൻ പറഞ്ഞത് അതൊക്കെ കൃത്യമായി ജീവിതത്തിൽ പകർത്താൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകണേ റഹ്മാനെ. ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത്, ദിക്ർ, ഇസ്തിഗ്ഫാർ എല്ലാം സ്വീകരിക്കണേ റഹ്മാനെ. പരിപൂർണമായ കൂലി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, സാസിൽ ധാരാളം സഹോദരങ്ങളുണ്ട്, എല്ലാവർക്കും ഖൈറ് നൽകണേ റഹ്മാനെ. പ്രത്യേകിച്ച് ഒരുപാട് ചെറുപ്പക്കാർ നല്ലൊരു ടൈമിൽ ഇതിനു വേണ്ടി വരുന്നവർ, അതുപോലെ ക്ലാസ് റൂം വഴിയും മറ്റൊക്കെ ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്നവർ, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവർ, അതിനും അവർക്ക് പണം ചെലവുണ്ട്. അല്ലാഹുവേ, അതിനൊക്കെ അർഹമായ കൂലി നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, അതിനവരുടെ സമ്പത്തിൽ വർധനവ് നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് ഇതൊരു വലിയ ജിഹാദായി കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നാളെ പരലോകത്ത് അർശിന്റെ തണൽ ലഭിക്കുമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. റബ്ബേ, നിന്റെ ഭവനത്തിലാണ് ഒരുമിച്ച് കൂടിയത്, ഖുർആൻ ചർച്ച ചെയ്യുന്നതിനാണ് ഒരുമിച്ച് കൂടിയത്. ഒരു നല്ല സമയത്താണ് അല്ലാഹുവേ ഞങ്ങളിത് ചെയ്യുന്നത്. റബ്ബെ, സ്വീകരിക്കണേ റഹ്മാനെ. ഇതൊക്കെ അറേഞ്ച്മെന്റ് ചെയ്ത ഞങ്ങളുടെ സഹോദരങ്ങൾ, ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ, സാമ്പത്തികമായി സഹായിക്കുന്നവർ, ശാരീരികമായി ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ, എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. ഈ സദസ്സിലേക്ക് കുടിക്കാൻ വേണ്ടി ചായക്ക് ചെലവ് ചെയ്യുന്നത് സ്വീകരിക്കണേ റഹ്മാനെ. അതിന് പരിപൂർണ്ണ കൂലി നൽകണേ റഹ്മാനെ. അതിന്റെ ബർക്കത്ത് കൊണ്ട് ആ ചെലവ് ചെയ്യുന്നവരുടെ ജോലികളിലെ, കച്ചവടങ്ങളിലെ, ബിസിനസ്സുകളിലെ എല്ലാ മേഖലകളിലും ബർക്കത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ഭവനമായി ഈ പള്ളിയിലേക്ക് മരണപ്പെട്ടു പോയ പിതാവിന്റെ പേരിൽ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് കാർപ്പറ്റ് സ്പോൺസർ ചെയ്ത സഹോദരനുണ്ട്, സ്വീകരിക്കണേ റഹ്മാനെ. അവരുടെ പിതാവിന്റെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റഹ്മാനെ. ഞങ്ങൾ ഓതിയ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി സ്വീകരിക്കണേ റഹ്മാനെ. അതിന്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അതുപോലെ പള്ളിയുടെ പെയിന്റിംഗ് മുതലായ കാര്യങ്ങളൊക്കെ ഓരോ ഭാഗങ്ങൾ ഏറ്റെടുത്തവരുണ്ട്. അല്ലാഹുവേ, അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. സ്വന്തം വീടിനേക്കാൾ നിന്റെ ഭവനത്തെയാണ് ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിന് ചെലവ് ചെയ്യുന്നവർക്ക് അർഹമായ കൂലി നൽകണേ
റഹ്മാനെ. അതുപോലെ ഒരു കാര്യം ഇപ്പൊ പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ അതിലേക്ക് സഹായിച്ചു. ദീനീ പ്രവർത്തനത്തിന്റെ ഭാഗമായ ഒരു കാര്യത്തിന് വേണ്ടി അള്ളാഹുവേ അവരുടെ സമ്പത്തിൽ വർധനവ് നൽകണേ റഹ്മാനെ. നല്ല കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ മുസീബത്തുകളെ തൊട്ടും കാത്തു രക്ഷിക്കണേ റഹ്മാനെ. അപകടങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. റബ്ബേ, നീ വിചാരിച്ചാൽ ലക്ഷക്കണക്കിന് രൂപ ഞങ്ങളിൽ നിന്ന് ഇറക്കാൻ എനിക്ക് കഴിയും. ഒരു രോഗം വന്നാലും മതി, ഒരു 4 ബ്ലോക്ക് വന്നാലും മതി, ഒരുപാട് ലക്ഷങ്ങൾ ചെലവാകും. അള്ളാഹുവെ, അത്തരത്തിലുള്ള ചെലവുകളെ ഞങ്ങളിൽ നിന്ന് നീ തട്ടി നീക്കണേ റഹ്മാനെ. നല്ല കാര്യങ്ങൾക്ക് ചെലവ് ചെയ്യുന്നതിന്റെ ബർക്കത്ത് കൊണ്ട് ഒരുപാട് ചെലവാക്കേണ്ട അവസ്ഥയിലുള്ള രോഗങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. അള്ളാഹുവെ, പരലോകത്തെ ഞങ്ങൾക്ക് വരുമാനം നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, പരിശുദ്ധമായ ഖുർആന്റെ ഹക്ക് കൊണ്ട് ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഹിദായത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് വേണ്ടി വളരെ കഷ്ടപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഖൈറ് നൽകണേ റഹ്മാനെ. അവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് വേണ്ടി വളരെ പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ ഭാര്യമാർക്ക് ഖൈറ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ഭാര്യമാരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ കുട്ടികളുടെ രോഗങ്ങൾക്ക് ശമനം നൽകണേ റഹ്മാനെ. മദ്രസയിൽ ഒരുപാട് കുട്ടികൾ രോഗം കാരണം പ്രയാസപ്പെടുന്നുണ്ട്. അതുപോലെ പ്രത്യേകം ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത് മഞ്ഞപ്പിത്തം ബാധിച്ച മകൾക്ക് വേണ്ടി പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹുവെ, ആ കുട്ടികളുടെ രോഗങ്ങൾ പരിപൂർണമായി ഭേദമാക്കി കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളെ കുട്ടികൾക്ക് വല്ലതും വന്നാൽ അത് വലിയ ടെൻഷനാണ്, ഞങ്ങളെ കാക്കണേ റഹ്മാനെ. ഞങ്ങളെ കുട്ടികൾക്ക് പ്രയാസങ്ങളൊന്നും നൽകല്ല റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ സഹോദര സഹോദരിമാര്, ഞങ്ങളുടെ കുടുംബക്കാരെ, അയൽവാസികൾ എല്ലാവർക്കും ഖൈറ് നൽകണേ റഹ്മാനെ. പടച്ചവനെ, പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടേണ്ട രൂപത്തിലുള്ള മരണങ്ങൾ നൽകല്ല റഹ്മാനെ. അള്ളാഹുവെ, ദീനിന്റെ കാര്യത്തിൽ ഞങ്ങളെ സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പടച്ചവനെ, അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. അർഹമായ കൂലി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം നൽകണേ റഹ്മാനെ. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഞങ്ങളെ നീ മരിപ്പിക്കണേ റഹ്മാനെ. പരലോകത്ത് അർശിന്റെ തണൽ നൽകണേ റഹ്മാനെ. പുണ്യ നബിയുടെ ശഫാഅത്തിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അള്ളാഹുവെ, ഗൾഫിൽ ജോലിക്ക് പോയ ഒരുപാട് സഹോദരങ്ങളുണ്ട്. ഇതൊക്കെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്. ഞങ്ങളെ സഹോദരങ്ങളുടെ ജോലികളിൽ ബർക്കത്ത് നൽകണേ റഹ്മാനെ. ഒരു അപകടത്തിലും അവരെ പെടുത്തല്ല റഹ്മാനെ. ഒരു ചെറിയ രോഗം പോലും അവർക്ക് നൽകി പരീക്ഷിക്കല്ല റഹ്മാനെ. ഗൾഫുകാരായ സഹോദരങ്ങൾ, ഒരാൾക്ക് അസുഖം വന്ന റൂമിൽ ഒറ്റയ്ക്ക് കിടക്കേണ്ട ഒരവസ്ഥ വരും. ഓരോരുത്തരും ജോലി തേടി പോകുന്നവരാണ്. അള്ളാഹുവെ, പ്രയാസങ്ങൾ നൽകല്ല റഹ്മാനെ. ഭാര്യമാരോ മക്കളോ മാതാപിതാക്കളോ ആരും അവിടെ സഹായിക്കാൻ അവർക്കുണ്ടാവില്ല. റബ്ബേ, ഞങ്ങളെ സഹോദരങ്ങളെ കാക്കണേ റഹ്മാനെ. ഒരു വിപത്തിലും അവരെ പെടുത്തല്ല റഹ്മാനെ. നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് സൗകര്യം നൽകണേ റഹ്മാനെ. ശമ്പളത്തിൽ വർധനവ് നൽകണേ റഹ്മാനെ. കടങ്ങളൊക്കെ വീട്ടിൽ കൊടുക്കണേ റഹ്മാനെ. അവരുടെ കുടുംബത്തിൽ ഐശ്വര്യം നൽകണേ റഹ്മാനെ. അവര് അവിടെയാണെങ്കിലും നാട്ടിൽ അവരുടെ കുടുംബത്തിൽ സംരക്ഷണം നൽകണേ റഹ്മാനെ. റാഹത്തോടെ കുടുംബത്തിലേക്ക് അണയാൻ അവർക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, സിറിയ അടക്കമുള്ള രാജ്യങ്ങളിൽ കടുത്ത പട്ടിണി അനുഭവിക്കുന്ന സത്യവിശ്വാസികൾ, അവർക്ക് ആഹാരം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവിടൊക്കെ സമാധാനം നൽകണേ റഹ്മാനെ. ഫലസ്തീനിൽ സമാധാനം നൽകണേ റഹ്മാനെ. ഈമാനും ഹിക്മത്തും യമനിലാണെന്ന് പുണ്യനബി പറഞ്ഞു. ആ നാട്ടിൽ സമാധാനം നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, 2 ഹറമുകൾ സ്ഥിതി ചെയ്യുന്ന സൗദി അറേബ്യയിൽ സമാധാനം നൽകണേ റഹ്മാനെ. ഉംറയ്ക്ക് വേണ്ടി ധാരാളം ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് വരുമ്പോൾ ആർക്കും ഒരു ദുരന്തവും നൽകല്ല റഹ്മാനെ. ശത്രുക്കളുടെ കുതന്ത്രങ്ങളെ തകർത്ത് കളയണേ റഹ്മാനെ. ഷിയാക്കളടക്കമുള്ള ആളുകളുടെ കുതന്ത്രങ്ങളെ തകർത്ത് കളയണേ റഹ്മാനെ. മുസ്ലിം ലോകത്തിൽ ഇസ്സത്ത് നൽകണേ റഹ്മാനെ. മുസ്ലിമിനും ഇസ്ലാമിനും ഇസ്സത്ത് നൽകണേ റഹ്മാനെ. ഇന്ത്യയുടെ പല ഭാഗത്തും കലാപങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നവരുണ്ട്. സത്യവിശ്വാസികൾക്ക് രക്ഷ നൽകണേ റഹ്മാനെ. കുഴപ്പങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. നമ്മുടെ രാജ്യത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അടക്കം എല്ലാ മതവിശ്വാസികളും ഐക്യത്തിൽ ജീവിക്കുന്ന ഈ അവസ്ഥ, ഇത് ഞങ്ങൾക്ക് ഇനി നിലനിർത്തി തരണേ റഹ്മാനെ. പള്ളിയും മദ്രസകളും അതുപോലെ അനുബന്ധ കാര്യങ്ങളും ഇസ്ലാമിക പ്രവർത്തനങ്ങളും സുന്ദരമായി നടത്താനുള്ള ഈ അവസരം ഞങ്ങൾക്ക് നിലനിർത്തി തരണേ റഹ്മാനെ. രാജ്യത്ത് സമാധാനം നൽകണേ റഹ്മാനെ. കുഴപ്പങ്ങളെ തൊട്ട്, സ്ഫോടനങ്ങളെ തൊട്ട്, പ്രശ്നങ്ങളെ തൊട്ട് കാത്തു രക്ഷിക്കണേ റഹ്മാനെ. അഭിമാനകരമായ അവസ്ഥ നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, അന്തസ്സോടുകൂടെ ജീവിച്ച് പരിപൂർണ ഈമാനിലായി മരിക്കുവാനും സ്വർഗത്തിൽ ഇതുപോലെ ഒരുമിച്ച് കൂടുവാനും ഞങ്ങൾക്കെല്ലാവർക്കും ഭാഗ്യം നൽകണേ റഹ്മാനെ. മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക്, ജ്യേഷ്ഠാനുജന്മാർക്ക്, ഭാര്യ ഭർത്താക്കന്മാർക്ക്, മക്കൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റഹ്മാനെ. അവരോടൊന്നിച്ച് ഞങ്ങളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.